हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജുരീസിന്റെ വിശേഷപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുരുവായൂർ ഏകാദശി ദിനാശംസകൾ. വരാൻ പോകുന്നതേ ഉള്ളൂ, എങ്കിലും ഒരാശംസ മുൻകൂട്ടി അറിയിച്ചതാണ്. ഒരുപാട് സന്തോഷം എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്കും, നിങ്ങളെ കണ്ടപ്പോൾ എനിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ജോലിയുടെ തിരക്കുണ്ട്. അതുപോലെ കുറച്ച് തിരക്ക് എനിക്കും ആയിപ്പോയി. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. എടുക്കണമെന്നൊക്കെ ഓർത്ത് ഓടി ആ സമയത്ത് വരാൻ നോക്കുമ്പം ചെന്നൈയിലെ ട്രാഫിക് അറിയാലോ, ഒരുപാട് ലേറ്റ് ആയിപ്പോവും. പിന്നെ വന്ന് വീട്ടിലെ കാര്യങ്ങൾ അത് ഇത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പലപ്പോഴും വിട്ടു പോകുന്നത്. എങ്കിലും മാക്സിമം ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ മിസ്സാവുന്നത് കൊണ്ടാണ് ഞാൻ ഒഴിവ് സമയങ്ങളിൽ
മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കുറച്ചിട്ട് മഞ്ജരീസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൂടുതൽ കണ്ടെത്തുന്നത്. ഇന്നിപ്പോൾ കുറച്ച് മെസ്സേജുകളെല്ലാം നോക്കി, പലർക്കും റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവണം. ഇനിയും കുറച്ച് മെസ്സേജുകൾ നോക്കാനുണ്ട്. അതിനുശേഷം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി, ഒരു 2 മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങി. റെസ്റ്റും വേണമല്ലോ നമുക്ക്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ക്ലാസ് എടുക്കുകയാണ്. ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാതാജിമാർ എല്ലാവരും തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു 1 hour ലേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് സ്കന്ദപുരാണം രാത്രി 8:30 ഉണ്ട്. മറക്കാതെ എല്ലാവരും വരിക. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഷെയറിങ് കുറവാണ്. ഷെയർ ചെയ്യുക, പലരിലേക്കും എത്തിക്കുക ക്ലാസ്. പിന്നെ ഇന്നിപ്പം നമ്മൾ എന്താ ക്ലാസ് എടുക്കാൻ പോണെന്ന് ആർക്കെങ്കിലും അറിയോ? എല്ലാവർക്കും അറിയാം, ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ സുപ്രധാനമായ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി, അല്ലെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂർ ഏകാദശിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അന്നദാനം പോലെ തന്നെ, അല്ലെ? നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോ തിരുപ്പതിയിൽ ബ്രഹ്മോത്സവം നടക്കാണ്. വരും ദിവസങ്ങളില് നമ്മുടെ ആ വലിയ അന്നദാനത്തിലുള്ള കുറച്ച് അന്നദാനം കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് തിരുപ്പതിയില്. അപ്പൊ അതിന്റെ ലൈവ് വരും. ബ്രഹ്മോത്സവം ആയതുകൊണ്ട് നല്ല സമയമാണ്, നമുക്ക് കൊടുത്തിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചപ്പം ഭഗവാൻ ഒരു സുപ്രധാനമായ ലക്ഷ്യം നിറവേറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെ? എന്താണത്? തലമുറകളോളം ഗീത അറിയണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്ക് എതിർ സ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളും ഗുരുക്കന്മാരും നമുക്ക് വളരെയധികം നമ്മുടേതെന്ന് കരുതുന്ന വ്യക്തികളുമാണ്. ഇത് തന്നെയാണ് അർജുനനും ജീവിതത്തിൽ ഉണ്ടായത്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നവരെല്ലാവരും തന്നെ ഒരാൾ പോലും അറിയാത്തവരല്ല, വളരെ അടുത്തുള്ളവരായിരുന്നു. അവരുടെ ആളുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്തും വന്നപ്പോ അർജുനൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, പകച്ചുപോയി എന്റെ ബാല്യം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതേപോലെ അർജുനൻ സ്റ്റക്കായി പോയി. ഞാൻ എങ്ങനെയാണ് ഇവരെയെല്ലാം വധിക്കുന്നത് എന്നൊരു ചിന്ത പോലും അർജുനന്റെ ഉള്ളിൽ വന്നുപോയി. അവിടെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ ഗീത തുടങ്ങുന്നത്, അല്ലെ? അപ്പം ആ ഗീതയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവരും നമ്മൾ വിശ്വസിച്ചവരുമാണ് നമുക്ക് എപ്പോഴും എതിരാളികളായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു വലിയ മഹത്തായ സത്യം, ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഗീത എന്ന് പറയുന്നത്, ഞാൻ വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്രീല പ്രഭുപാജിയുടെയാണ്. അപ്പം ആ ഗീത ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായിട്ട് ഭാവാർത്ഥത്തോടു കൂടി വായിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ മഞ്ജരീസിലൂടെ ഗീതാദാനം ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും കൊടുക്കുന്നില്ല, 30 ഗീത. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ എന്താ പറയാ ലീലകളെല്ലാം വർണ്ണിക്കുന്ന കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എനിക്കിപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ചെന്നൈയിലായതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ട് ഗീതാദാനം ചെയ്യാൻ എവിടെയും വരാൻ കഴിയില്ല. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആലോചിച്ചപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചത്, നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരും ആരെങ്കിലും ഗീതയും കൃഷ്ണ ബുക്കും ആവശ്യമുള്ളത്, ഓക്കെ കണ്ണ പോയിട്ട് വാ, ഓക്കെ കണ്ണ. അപ്പൊ അത് സഞ്ജുവും ഫ്രണ്ടും കൂടെ പുറത്തു പോവാ. അപ്പോ ഗീതയും കൃഷ്ണ ബുക്കും വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. ഇനിയിപ്പോ ചിലപ്പം വാങ്ങാൻ നിവർത്തി ഉണ്ടായിട്ടും അത് ദാനമായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവരെ മഞ്ജരീസിന്റെ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഗീത അയച്ചു തരും. പക്ഷെ ഇതിൽ ചെറിയൊരു കാര്യം മഞ്ജരീസ് ചെയ്യുന്നത്, ഇപ്പോ ഞാൻ ഒരു ഗീത അമർജിത്തിന് ദാനം കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഗീത ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് മഞ്ജരീസിൽ നിന്ന് അറിയിക്കും. അതായത് ആരാണോ ഗീത കൊടുക്കുന്നത്, ആ ഗീത ആരാണോ റിസീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, അമർജിത്തിന് ഒരു ഗീത ശ്രീലതാ മാതാജി ദാനം ചെയ്യാം. അപ്പോ ദാനം ചെയ്യുന്ന ശ്രീലതാ മാതാജിക്ക് മാതാജി ആർക്ക് കൊടുക്കുന്നു എന്നുള്ള ആ വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പറും പേരും ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും. ശ്രീലതാ മാതാജി ദാനം നൽകുന്നത് അമർജിത്ത് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു പ്രഭുവിനാണ്. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറും പേരും ഇതാണ്. അമർജിത്തിനും നമ്മൾ കൊടുക്കും. എന്ത് കൊടുക്കും? ശ്രീലതാ മാതാജിയാണ് അങ്ങേക്ക് ഈ പുസ്തകം ദാനം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും പരസ്പരം അറിഞ്ഞിരിക്കണം. അത് മഞ്ജരീസിന്റെ ഒരു എന്താ പറയാ ഒരു മൂല്യം എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു ലക്ഷ്യം എന്ന് പറയാം. ഇത് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പുസ്തകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിസീവ് ചെയ്ത വ്യക്തി ആരാണോ നിങ്ങൾക്കത് ദാനം നൽകിയിരിക്കുന്നത് ആ വ്യക്തിയെ വിളിച്ച് ഒരു നന്ദി പറയണം. ഹരേ കൃഷ്ണ മാതാജി, നിങ്ങൾ അയച്ച മഞ്ജരീസിലൂടെ നമുക്ക് ദാനം നൽകിയ പുസ്തകം ഞാൻ ഇന്ന് റിസീവ് ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായി അവരോട് നന്ദിയോടുകൂടി പറയണം. അപ്പൊ കൊടുക്കുന്ന വ്യക്തിക്ക് റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷനും കിട്ടി, റിസീവ് ചെയ്ത വ്യക്തിക്ക് ഇന്ന ആളാണ് എനിക്കത് തന്നത് എന്നുള്ള ആ ഒരു സന്തോഷവുമായി. മഞ്ജരീസ് ഈ വാങ്ങുന്ന വ്യക്തിക്കും കൊടുക്കുന്ന വ്യക്തിക്കും പരസ്പരം കണക്ട് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സമക്ഷം എത്രയും പെട്ടെന്ന് നമുക്കിപ്പോൾ കുറച്ച് ഗീത ആയിട്ടുണ്ട്, കുറച്ച് കൃഷ്ണ ബുക്കും കൂടി വേണം. കൃഷ്ണ ബുക്കും ഗീതയും കുറച്ചും കൂടെ വേണം. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഏകാദശിയാണ്. അപ്പം നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഇത് ബൈപോസ്റ്റ് ചെയ്യാണ്. അപ്പം ആവശ്യക്കാർ ഉടനെ തന്നെ മഞ്ജരീസിലേക്ക് എനിക്ക് മെസ്സേജ് ഇടുക. എറണാകുളത്ത് നിന്നും നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് പോസ്റ്റിൽ അയക്കും. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുസ്തകം റിസീവ് ചെയ്യാനും സാധിക്കും. ഏറ്റവും മഹത്തരമായിരിക്കുന്ന ഒരു വലിയ സേവനമാണ്, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഏറ്റവും ഒരു ഭക്തി, നമുക്ക് എന്താ പറയാ, ഭഗവാനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണോ ഭഗവാന് കാണിക്കാൻ നൽകണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് പ്രചരണമാണ്. ഭഗവാന് സ്വർണങ്ങളും കോടികളും ലക്ഷങ്ങളും വൈഡൂര്യങ്ങളും ഒന്നും ആവശ്യമില്ല, എല്ലാം ഭഗവാന്റെയാണ്. പക്ഷെ ഭഗവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് പ്രചരണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഗീത അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ അതെല്ലാം വർണ്ണിക്കുക, അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം. അദ്ദേഹത്തിന് ഇവിടെ നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പ്രചരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഗീതാദാനം നമുക്ക് മഞ്ജരീസിലൂടെ ചെയ്യാം. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, മാക്സിമം 60 ബുക്കേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഗീതാദാനത്തില് നിങ്ങൾ എല്ലാവരും പങ്കാളികളാവുക. ഞാനും ഒരു ഗീത കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിലുള്ള ഉണ്ണിപ്പിള്ള എന്ന് പറയുന്ന പ്രഭുവിന് എനിക്ക് ലോട്ട് കിട്ടിയത് അദ്ദേഹത്തിനെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കണക്ട് ചെയ്യല്ലോ. നമ്മൾ ഇന്ന ആൾക്ക് കൊടുക്കാം, ഇന്ന ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പം എനിക്ക് കിട്ടിയത് ഗുജറാത്തിലുള്ള ഉണ്ണിപ്പിള്ള എന്ന് പറയുന്ന പ്രഭുവിനാണ്. അദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം, പിന്നെ എനിക്കും ഒരു ഗീത ദാനമായി കിട്ടുന്നു നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷൈനി മാതാജിയിലൂടെ. എല്ലാം ഭഗവാന്റെ നിശ്ചയം. ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഗീത കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. എനിക്ക് ഷൈനി മാതാജിയിൽ നിന്നൊരു ഗീത ദാനമായി കിട്ടുന്നതിലും അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ആർക്ക് കൊടുക്കുന്നു, ആർക്ക് എന്താ പറയുക റിസീവ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് 2 പേർക്കും പരസ്പരം കോണ്ടാക്ട് നമ്പർ കൈമാറും ചെയ്യും. താങ്ക്സ് പറയണം, റിസീവ് ചെയ്യണം, കൊടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. നമുക്ക് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സേവനം ചെയ്യാം ഗീതാദാനത്തിലൂടെ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി മഞ്ജരീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് തന്നാൽ മതി. മെയിൽസിനും ഫീമെയിൽസിനും നമുക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സനാതന ധർമ്മത്തെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ഏകാദശി, സ്കന്ദഷഷ്ടി, അതുപോലെ നമുക്ക് എന്താ പറയാ പ്രദോഷം, പിന്നെ സങ്കടഹര ചതുർത്ഥി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പൗർണമി, അങ്ങനെ ഒത്തിരി വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് എങ്ങനെ തൊഴണം, എന്താണ് ഇതിന്റെ അർത്ഥം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയൊന്നുമില്ല, ഗ്രൂപ്പിലുള്ളവർക്കൊന്നുമില്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ആർക്കും കൊടുക്കാം. പക്ഷെ റിസീവ് ചെയ്യുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും നമ്മളുമായി കണക്ട് ആയിരിക്കണം. ദാറ്റ് മീൻസ് അവരുടെ 2 കൂട്ടരുടെ നമ്പറും എനിക്ക് വേണം, 2 കൂട്ടരെയും ഞാൻ കണക്ട് ചെയ്യിപ്പിക്കും. അപ്പൊ കൊടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം ഇന്ന ആൾക്കാണ് ഞാൻ കൊടുത്തത്, അത് അവർ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യം വരണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇന്ന് എന്ത് ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്? എപ്പോഴും ഞാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് വിചാരിക്കും. പക്ഷെ പാതിയിൽ നിർത്തിയ ഒരു കാര്യം വീണ്ടും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയപ്പം മനസ്സിലിങ്ങനെ തോന്നി, അതെടുക്കണം, അത് വളരെ അനിവാര്യമാണ്, എടുക്കണം എന്നിങ്ങനെ തോന്നി. പറയൂ, ഞാൻ എന്ത് ക്ലാസ് ആണ് എടുക്കുന്നത്? മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ മാതാജി. അപ്പോ ഞാൻ എന്ത് ചെയ്യും? കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കോണ്ടാക്ട് ചെയ്യും.
എന്താണ് ചെയ്യേണ്ടത്, മാതാജി ആർക്കാണ് പുസ്തകം കൊടുക്കുന്നത്, മാതാജിക്ക് ആരാണ് പുസ്തകം തരാൻ പോകുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഹാൻഡ് ഓവർ ചെയ്യും. ആർക്കും അറിയില്ലേ ഞാൻ എന്താണ് ക്ലാസ് ഇന്ന് എടുക്കാൻ പോണത് എന്ന്? ഒന്ന് ക്ലൂ എങ്കിലും തരൂ. നമ്മളൊരു ഡ്രൈ ആയിട്ടിരിക്കല്ലേ. നമ്മുടെ ക്ലാസ് എപ്പോഴും ഒരു ഡ്രൈ അല്ല. നമ്മൾ രണ്ടുപേരും ഒരേ ആൾക്കാരാണ്. ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു. നമ്മൾ രണ്ട് കൂട്ടരും ഒരേപോലെയാണ്. ബിജുച്ചേടൻ പറയുന്നു ഗീതാന്ന്. ചിഞ്ചു മാതാജി ഗീത. ഷാജി പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എന്നല്ലേ, സോറി. ഓക്കെ, ഗീതയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. സന്ധ്യ മാതാജി പറയുന്നു ഗീത. പിന്നെ ഇനി ആർക്കും ഒന്നും പറയാനില്ല. വേറെ ആർക്കും ഒന്നും പറയാനില്ല. ഗീതയാണ് ഞാനിപ്പോ എടുക്കാൻ പോകുന്നത്. ഗീത ക്ലാസ് ശ്രീലത മാതാജി പറയുന്നു. പക്ഷേ ഗീത ക്ലാസ് ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ഗീത ഇഷ്ടമാണ്, ഗീത എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. മുൻപ് എടുത്ത് ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോയി നടുവില്. അതാണ് ഞാനിപ്പോൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആരും പറയണ്ട, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, എനിവേ നമുക്ക് ക്ലാസ് എടുക്കാം. സമയം കളയണ്ട, പൂജയ്ക്ക് സമയമാവുന്നു, സന്ധ്യ ആവാറായി. സ്കന്ദപുരാണം ജയപ്രകാശ് പ്രഭു പറയുന്നു. സ്കന്ദപുരാണം രാത്രി 8:30 ഗീത. അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചോളൂ. ഒരുപാട് പാരായണ ക്രമങ്ങള്, ഒത്തിരി വിവർത്തനങ്ങള് ഈ ഒരു ഗ്രന്ഥത്തിനുണ്ട് സമൂഹത്തില്. ആധികാരികമായിട്ട് നമ്മൾ ഇപ്പൊ എല്ലാം ആധികാരികമായിട്ടാണ് പഠിക്കുന്നത്. എങ്കിലും നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന് ആധികാരികതയോടുകൂടി എങ്ങനെ ജപിക്കണം, എങ്ങനെ പാരായണം ചെയ്യണം, അതിന് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഇങ്ങനെ നിരവധി കാര്യങ്ങള് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഏകാദശിയെ കുറിച്ച്. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അടക്കമുള്ളവർ. നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മൾ രണ്ട് കൂട്ടരും വിദ്യാർത്ഥികളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഹനുമാൻ പുരാണമൊക്കെ നമ്മൾ കഴിഞ്ഞ കർക്കിടകത്തിലെടുത്ത് കഴിഞ്ഞു മാതാജി. അപ്പോ നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പഠിക്കാൻ പോവാണ് ദേവി മഹാത്മ്യം. ഓക്കെ, ദേവി മഹാത്മ്യം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ത്രയാംഗം സഹിതമോ നവാംഗം സഹിതമോ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. നിർത്തി പതുക്കെ പറഞ്ഞുതരാം. നമുക്ക് ഒരു സ്പീഡും ഇല്ല, ഒരു ധൃതിയില്ല. അപ്പോ 3 ദിവസം കൊണ്ട് നമ്മൾ ദേവി മഹാത്മ്യം മുഴുവൻ വായിക്കുന്ന ഒരു രീതിയുണ്ട്. 3 ദിവസം കൊണ്ട് മുഴുവനായിട്ട് വായിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു മിനിറ്റ് ബിന്ദുമ്മേ, ഈ ഡോർ ഒന്ന് അടയ്ക്കാവോ? കോറിഡോറിൽ ആരൊക്കെയോ സംസാരിക്കും. ഇനി മറ്റൊരു ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാ, അംഗങ്ങള് മഹാകാളിയുടെ അവതാരവും അതുപോലെ സ്തുതിയും ഉൾക്കൊള്ളുന്ന ആദ്യ അധ്യായം, അതിനെയാണ് പ്രഥമ ചരിതം എന്ന് പറയുന്നത്. ആദ്യ അധ്യായത്തിനെയാണ് നമ്മൾ പ്രഥമ ചരിതം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് മഹാകാളിയുടെ അവതാരവും സ്തുതിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ അധ്യായം, ഇതാണ് പ്രഥമ ചരിതം. ഓക്കെ, ഇത് ആദ്യ ദിവസവും മഹാലക്ഷ്മിയുടെ അവതാരവും സ്തുതിയും ഉൾക്കൊള്ളുന്ന 2, 3, 4 അധ്യായങ്ങൾ. അയ്യോ, ഒരിക്കലുമില്ല പ്രഭു. 2 രമണം പ്രഭുവിന് കൃഷ്ണ ബുക്ക് തരുന്നത് നമ്മുടെ ജിനോ പ്രഭു, നമ്മുടെ മഞ്ചരീസിലുള്ള ജിനോ പ്രഭു. ഞാൻ നമ്പർ അങ്ങേക്ക് അയച്ചു തരാം. കൃഷ്ണ ബുക്ക് അങ്ങേക്ക് ദാനം തരാനുള്ള ആളായിട്ടുണ്ട് ജിനോ പ്രഭു. ഓക്കെ, ജിനോ പ്രഭുവിന് രമണം പ്രഭുവിന്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ അവതാര സ്തുതിയും ഉൾക്കൊള്ളുന്ന 2, 3, 4 അധ്യായങ്ങള്, അതിനെ പറയുന്നത് മധ്യമചരിതം എന്നാണ്. ശ്രദ്ധിക്കണേ, മധ്യമചരിതവും. അത് 2-ാം ദിവസം. ഇനി മഹാസരസ്വതിയുടെ അവതാരവും സ്തുതിയും ഉൾക്കൊള്ളുന്ന 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങള്, അതിനെ പറയുന്നത് ഉത്തമചരിതം എന്നാണ്. 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ ഉത്തമചരിതം എന്ന് പറയും. അപ്പൊ എന്തൊക്കെയായി? പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം, 3 ഭാഗങ്ങളായി. പിന്നെന്താ പറയുന്നത്? നവാംഗ സഹിതമെങ്കില് ദേവി സൂക്തം തുടങ്ങിയ അംഗങ്ങളും 3-ാം ദിവസവും പാരായണം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ പാരായണം ചെയ്യുന്നത്. ഇപ്പോ ഇതൊന്നും ആധികാരികമായിട്ട് ഇതുപോലെയൊന്നും ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുന്നില്ല മാതാജി, അത്രയ്ക്കൊന്നും അറിയുന്നില്ല, ക്ലാസ് കേട്ടിട്ടും ഞങ്ങൾക്ക് അത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെ ചെയ്യണം എന്നാണെങ്കിൽ വിഷമിക്കേണ്ട.
പേടിക്കണ്ട. കാരണം എന്താ അറിയോ, അമ്മ മഹാമായ എന്നാല് ഒരമ്മയ്ക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തതായിട്ട് ഒന്നുമില്ല. മക്കളുടെ തെറ്റുകളെല്ലാം പൊറുക്കുന്ന ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ നമ്മളുടെ ഭാഗത്ത് എന്ത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാലും അത് അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ ആ അമ്മ മഹാമായ നമ്മളോട് പൊറുക്കും. അമ്മയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എത്തും. അപ്പൊ അതുകൊണ്ട് യാതൊരു തരത്തിലും നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് വേദനിക്കേണ്ട, വിഷമിക്കേണ്ട. ദേവി മഹാത്മ്യം വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് വായിച്ചാൽ മതി. അമ്മയോട് പറയാ, അമ്മ അറിവില്ലാത്ത പൈതങ്ങളാണ് അമ്മ. എന്താണ് പറയാം? ഹരേ കൃഷ്ണ. ശരത് സാർ ഒരുപാട് വലിയൊരു പ്രീച്ചറാണ്. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, എന്തെങ്കിലും കാണാൻ ഭഗവാൻ അനുഗ്രഹം നൽകുന്നു വിചാരിക്കുന്നു. അപ്പോ അമ്മയോട് പറയാ, അമ്മ അറിഞ്ഞോ അറിയാതെയോ ഈ പാരായണ ക്രമത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അമ്മ അതെല്ലാം പുറത്തിട്ട് അനുഗ്രഹം തരണം എന്നൊരു വാക്ക് മനസ്സാൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ദേവി മഹാത്മ്യം വായിച്ചാൽ മതി. അക്ഷരത്തെറ്റുകൾ സംഭവിക്കും. കാരണം എന്താ, നമ്മൾ ആരും സംസ്കൃതം പഠിച്ചവരല്ല, നമുക്കൊന്നും അത്ര തന്നെ വലിയ ജ്ഞാനമില്ല. തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിച്ചു വരിക. ഒറ്റയടിക്ക് എല്ലാം പഠിച്ചു വരുന്ന വലിയ ജ്ഞാനികൾ ആരും തന്നെ ഇന്നില്ല. ആർക്കും പൂർണ്ണമായ അറിവ് നേടാനും സാധിക്കില്ല. തെറ്റുകളൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ വട്ടം വായിക്കും തോറും തെറ്റുകൾ തിരുത്തി നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ പഠിച്ച് മുന്നോട്ട് പോവാം. ആവുന്നത്ര കാലം നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാനുള്ളതും വായിക്കാനുള്ളതും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ആകുലതപ്പെട്ട് ടെൻഷൻ അടിച്ച് അയ്യോ ഇത് അങ്ങനെ ചെയ്തില്ലല്ലോ, ഇത് ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന ചിന്തകളിലൂടെ ഒന്നും കടന്നു പോണ്ട. ക്ലിയർ? ഇനി സൗകര്യപ്രദമായിട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് വായിക്കാൻ പറ്റുന്ന രീതിയുണ്ട്. അതായത് 1-ാം അധ്യായം ഒരു ഞായറാഴ്ച തുടങ്ങുകയാണ്. ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം നമ്മൾ 1-ാമത്തെ അധ്യായം തുടങ്ങാന്ന് കരുതാം. 2-3 അധ്യായം എടുത്തിട്ട് നാളെ തിങ്കളാഴ്ച വായിച്ചു തീർക്കാം. 4-ാമത്തെ അധ്യായം എടുത്തിട്ട് ചൊവ്വാഴ്ച വായിച്ചു തീർക്കാം. ഇനി 5, 6, 7, 8 അധ്യായം എടുത്തിട്ട് ബുധനാഴ്ച വായിച്ചു തീർക്കാം. അതുപോലെ 9, 10 അധ്യായം എടുത്തിട്ട് വെള്ളിയാഴ്ച വായിച്ചു തീർക്കാം. 11-ാമത്തെ അധ്യായം എടുത്തിട്ട് 9ഉം 10ഉം വ്യാഴാഴ്ചയും 11 വന്നിട്ട് വെള്ളിയാഴ്ചയും വായിച്ചിട്ട് 12ഉം 13ഉം ശനിയാഴ്ചയും കൂടി വായിച്ചാല് ഒരാഴ്ച കൊണ്ടുള്ള നമ്മുടെ എന്തായി കംപ്ലീറ്റ് നമ്മുടെ പാരായണം കഴിയും. അങ്ങനെയും ചെയ്യാം. അതല്ല എങ്കിൽ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇനി ത്രയാംഗ സഹിതം നമ്മൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്താണ് ത്രയാംഗം, എന്താണ് കവചം, അർഗളം, കീലകം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ത്രയാംഗ സഹിതമാണ് നമ്മൾ വായിക്കേണ്ടത് എങ്കിൽ കവചം, അർഗളം, കീലകം 3 ശ്ലോകങ്ങളായിട്ട് നമുക്ക് ദേവി മഹാത്മ്യം എടുത്തു കഴിഞ്ഞാൽ, പുസ്തകം കയ്യിലുള്ളവർ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. കവചം, അർഗളം, കീലകം, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 അംഗങ്ങളും അതിനുശേഷം എന്ത് ചെയ്യണം, ദേവി മഹാത്മ്യത്തിന്റെ 13 അധ്യായങ്ങളും കൂടി പാരായണം ചെയ്യാം. ഞായർ തന്നെ തുടങ്ങണമെന്നില്ല, നമുക്ക് എപ്പോഴാണോ തുടങ്ങാൻ പറ്റുന്നത് അതിൽ നിന്ന് ഒരാഴ്ച. അപ്പോ അങ്ങനെയും നമുക്ക് പാരായണം ചെയ്യാം. ഇനി ഏറ്റവും ലളിതമായിട്ട് സിമ്പിളായിട്ട് പ്രചാരമുള്ളതായിട്ടുള്ള പാരായണ ക്രമമാണ് ഈ ഒരു പാരായണം എന്ന് പറയുന്നത്. എന്ത്, നമ്മൾ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ സൗകര്യപ്രദം എങ്ങനെയായാലും നമുക്ക് ചെയ്യാം, അല്ലെ? നമുക്ക് ആരും ഒന്നിനും നമ്മളെ കമ്പൽ ചെയ്യുന്നില്ല. നമ്മൾക്ക് എന്താണോ സൗകര്യപ്രദം അതുപോലെ നമുക്ക് വായിച്ചു പോകാം. കവചം എന്ന് പറഞ്ഞാൽ എന്താണ്, പാരായണ സമയത്തും അതിനുശേഷവും നമ്മൾ വായിച്ചു കഴിഞ്ഞാലുള്ള ചാർജറില്ല. പാരായണ സമയത്തും അതിനുശേഷവും സ്വന്തം ശരീരം, മനസ്സ്, ആത്മാവ്, നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് അതിന്റെ രക്ഷയ്ക്കായിട്ട് പാരായണം ചെയ്യുന്നതിനെയാണ് കവചം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കവചം എന്ന് പറഞ്ഞാല് സ്വന്തം ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 കാര്യത്തിന്റെയും രക്ഷയ്ക്കായിട്ട് പാരായണം ചെയ്യുന്നതിനെ കവചം എന്ന് പറയുന്നു. ഇത് ഒരു കവചം പോലെ നമ്മളെ കാത്തുരക്ഷിക്കുകയാണ്. ഒരു കവചം പോലെ നമ്മളെ കാത്തുരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ദേവി മഹാത്മ്യത്തിന്റെ തുടക്കത്തിലുള്ള കവചം എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ വായിക്കുകയാണെങ്കിൽ കയ്യിലുള്ളവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. കവചം എന്ന് പറഞ്ഞിട്ട് ദേവി മഹാത്മ്യത്തിന്റെ ഫസ്റ്റ് തന്നെ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പേ
ഓം ശ്രീ ഗണേശായ നമഃ, ശ്രീ സരസ്വത്യേ നമഃ, ശ്രീ ഗുരുഭ്യോ നമഃ, ശ്രീ കുലദേവതായേ നമഃ, അവിഘ്നമസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ട് കവചമുണ്ട്. അസ്യ ശ്രീ ചണ്ഡികാ കവചസ്യ ബ്രഹ്മാർഷി അനുഷ്ടുപ് ചന്ദ ചാമുണ്ഡ ദേവത അംഗന്യാസോക്തമാധയോ ബീജം ദിഗ്ബന്ധ ദേവതാസ്ത്വം ശ്രീ ജഗദംബാ പ്രീത്യർത്ഥേ സപ്തശതി പടാംഗജപേ വിനിയോഗഹേ ഓം നമ ചണ്ഡികായേ നമ. ഇങ്ങനെ കൊടുത്ത ഒരു കവചം എന്ന് പറയുന്നുണ്ട്. എവിടെ? അത് അവിടെ നിന്ന് ഊരിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്ത്. ഞാൻ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പോ അതാണ് കവചം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അർഗളം എന്ന് പറയും. അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പുറത്ത് കത്തുന്നുണ്ടോ? ഓ, ഇനി അർഗളം എന്ന് പറയുന്നുണ്ട്. കവചം കഴിയുമ്പം അർഗളമുണ്ട്. എന്താണ് അർഗളം? അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ എന്നാണ് അർത്ഥം. അതായത് ദേവിയുടെ സന്നിധിയിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി വിഘ്നങ്ങൾ അകന്നു മാറാനാണ് നമ്മൾ അർഗളം ജപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ദേവി മഹാത്മ്യത്തിന്റെ അർത്ഥം തന്നെ നമ്മൾ ദേവിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അർഗളം എന്ന് പറയുന്നത് ദേവിയുടെ സന്നിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറെ വിഘ്നങ്ങൾ വരും. ഈ വിഘ്നങ്ങളെല്ലാം മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അർഗളം ജപിക്കുന്നത്. അപ്പോ കവചമായി, അർഗളമായി. ഇനി എന്താണ് കീലകം? കീലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിൽ വരുന്ന നമ്മുടെ ദേവിയുടെ ആ സാന്നിധ്യത്തെ അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തണം, അല്ലെ? മനസ്സിൽ നമുക്ക് ദേവി സാന്നിധ്യം വരുമ്പം ആ ദേവി സാന്നിധ്യത്തെ നമ്മൾ അവിടെ ഉറപ്പിച്ച് നിർത്താനും വേഗത്തിൽ നമുക്ക് ഫലപ്രാപ്തി ലഭിക്കാനും വേണ്ടിയിട്ടാണ് കീലകം ജപിക്കുന്നത്. കീലക ജപം കൊണ്ട് നമ്മുടെ മനസ്സിൽ വന്ന ദേവിയുടെ സാന്നിധ്യത്തെ നമുക്ക് ഉറപ്പിച്ചു കിട്ടും ചെയ്യും. അത് അവിടെ തന്നെ പ്രതിഷ്ഠയായിട്ടുണ്ടാവും, ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. ഇതിനാണ് നമ്മൾ കീലകം ജപിക്കുന്നത്. 13 അധ്യായങ്ങളും പാരായണം ചെയ്ത ശേഷം നമ്മൾ എന്ത് ജപിക്കണം? അപരാധ ക്ഷമാപണ മന്ത്രം ജപിക്കണം. കാരണം എന്താ? ഉറപ്പായിട്ടും ആര് ജപിച്ചാലും അതിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പറ്റും. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന വാക്കുകളുടെ തെറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ദേവിയോട് എന്ത് ചോദിക്കുകയാണ്? മാപ്പ് ചോദിക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധയോടുകൂടി ദേവി മഹാത്മ്യം പാരായണം ചെയ്താലും അറിയാതെ തെറ്റുകൾ വന്നു ചേരുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ അപരാധ ക്ഷമാപണ മന്ത്രം നമ്മൾ ജപിക്കുന്നത്. അപരാധ ക്ഷമാപണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ദേവിയോട് എന്തായി? നമ്മൾ മാപ്പ് ചോദിക്കണം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക്. അപരാധ സഹസ്രാണി ക്ലേന്ദേ ഹർനിഷ മായായാനി സർവാണി മേ ദേവി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ദേവിയോട് മാപ്പ് ചോദിക്കുകയാണ്. ആരും പൂർണ്ണരല്ല, നമ്മൾ ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അങ്ങനെ നമ്മൾ എങ്ങനെ ജപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നവാംഗ സഹിതമാണ് നമ്മൾ ജപിക്കുന്നത് എങ്കിൽ നാസ്യം, ആവാഹനം, നാമാനി, അർഗളം, കീലകം, ഹൃദയം, ദളം, ധ്യാനം, കവചം, ഇതാണ് നവാംഗങ്ങൾ എന്ന് പറയും. ഇത് ഓരോന്നും എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത്രയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജപിച്ചില്ലെങ്കിലും കവചം, അർഗളം, കീലകം ജപിച്ചിട്ട് നമ്മൾ നേരെ ദേവി മഹാത്മ്യം ജപിക്കുക. എന്നിട്ട് അപരാധ സഹസ്രാണി എന്നുള്ള അപരാധ ക്ഷമാപണ മന്ത്രവും ജപിക്കുക. കഴിഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ദേവി മഹാത്മ്യം ജപിക്കുമ്പോൾ ചില ചിട്ടകൾ പാലിക്കാനുണ്ട്. ഈ ചിട്ടകൾ നമ്മൾ എന്തൊക്കെയാന്ന് പഠിച്ചിരിക്കണം. അപ്പൊ ആ ചിട്ടകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ശരീരത്തിന്റെ അകവും പുറവും നല്ല ശുചിത്വം ഉണ്ടായിരിക്കണം. നമ്മൾ കുളിച്ച് നല്ല ചിന്തയോടെ നല്ല മനസ്സോടെ വേണം ദേവി മഹാത്മ്യം ജപിക്കാനിരിക്കാൻ. ഒരു നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ആ നിലവിളക്കിന്റെ മുമ്പില് എന്ത് ചെയ്യാ? കിഴക്കോട്ടോ വടക്കോട്ടോ നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് പാരായണം ചെയ്യണം. ഇനി ഈ ദേവി മഹാത്മ്യത്തിന്റെ ഗ്രന്ഥം ഒരു കാരണവശാലും നിലത്ത് വെച്ച് നമ്മൾ ജപിക്കാൻ പാടില്ല. പുസ്തകം വെക്കുന്ന ഒരു പീഠം ഇല്ലേ, ആ പീഠത്തിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ജപിക്കുക. അതുപോലെ ഒരു ഈണത്തിൽ, താളത്തിൽ, സംഗീതമായ രൂപത്തിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യരുത്. അതും തെറ്റാണ്. അതും ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് എഴുതുന്ന ചില ദേവി മഹാത്മ്യം, ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. സ്വന്തം കൈകൊണ്ട് പകർത്തി എഴുതും, എന്നിട്ട് അത് വായിക്കും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ടോ വളരെ ചെറിയ ഒച്ചയിലോ
നമ്മൾ ഒരിക്കലും ദേവി മഹാത്മ്യം പാരായണം ചെയ്യരുത്. മനസ്സിലും പാരായണം ചെയ്യരുത്, വളരെ ചെറിയ ഒച്ചയിലും പാരായണം ചെയ്യാൻ പാടില്ല. ദേവി മഹാത്മ്യത്തിന്റെ ആദ്യവും അവസാനവും പ്രണവം ജപിക്കണം, ഓം എന്ന് ജപിക്കണം. അക്ഷരശുദ്ധിയോടെ സ്പീഡ് കുറച്ച് അർത്ഥം മനസ്സിലാക്കി വേണം പാരായണം ചെയ്യാൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓരോ ലൈനിന്റെയും വരികളുടെയും അർത്ഥം പറഞ്ഞു തരാൻ പോവാണ്. ഓക്കെ, ഒരധ്യായം പകുതിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ അധ്യായത്തിന്റെ തുടക്കം മുതൽ വീണ്ടും വായിക്കണം. ക്ലിയർ? മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമുക്ക് സ്പീഡായിട്ട് പോണ്ട, നമുക്ക് സ്പീഡ് കുറച്ച് മെല്ലെ പോയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർത്തി പറഞ്ഞു തന്നത്. നമുക്ക് ദേവി മഹാത്മ്യത്തിൽ സ്പീഡ് പാടില്ല. ക്ലിയർ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോണ്ടത് കുറെ കാര്യങ്ങളുണ്ട്. ദേവി മഹാത്മ്യത്തിലെ സ്തുതികള്, ദുർഗസപ്ത ശ്ലോകി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബ്രഹ്മദേവന്റെ ദേവി സ്തുതി ഒരുപാടുണ്ട്. ഗ്രഹദോഷ ശാന്തിക്ക് ജപിക്കുന്നത്. നമുക്കിതെല്ലാം വിട്ടിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യണം? ദേവി മഹാത്മ്യ ദാനം. അമ്മയ്ക്ക് അതുപോലെ തന്നെ അമ്മയെ പോലെ, അതായത് നമ്മൾ അമ്മയാണെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മയെ പോലെ നമ്മൾ ആദരിക്കുന്ന ഗുരുവിന്, അമ്മയെ പോലെ കരുതുന്നവർക്ക്, ജീവിതത്തിൽ നമുക്കൊരു നന്മയ്ക്ക് കാരണമായ ചില ആളുകളുണ്ടാവും ഇല്ലേ? നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല വഴി കാണിച്ചു തന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, ഇനി എന്തെങ്കിലും തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ, സജ്ജനങ്ങൾക്കൊക്കെ ദേവി മഹാത്മ്യം ദാനം ചെയ്യുന്നത് വളരെ 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 വിശേഷമാണ്. ദേവീ ക്ഷേത്രങ്ങളിലും അമ്മമാർക്കും ദേവി മഹാത്മ്യം സമർപ്പിക്കുന്നതിന്റെ സത്ഫലങ്ങളെ കുറിച്ച് പോലും ദേവി പുരാണത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ജന്മദിനത്തില് ഭഗവതി സേവ, ചണ്ഡികാഹോമം തുടങ്ങിയ അതൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ദേവി മഹാത്മ്യം ദാനം ചെയ്യുന്നതിന് പ്രത്യേക വിശേഷമായിരിക്കുന്ന അനുഗ്രഹം തന്നെ ഭഗവതി നമുക്ക് തരും. അക്ഷയ തൃതീയ പോലെയുള്ള പുണ്യദിനങ്ങളിൽ ദാനമാണ് വേണ്ടത്. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആളുകള് എന്ത് ചെയ്തിട്ടാണെങ്കിലും സ്വർണം വാങ്ങാൻ വേണ്ടി ഓടും. അതല്ല ചെയ്യേണ്ടത്. ഒരു ദേവി മഹാത്മ്യം, ഒരു ഗീത, അങ്ങനെയുള്ള കാര്യങ്ങൾ അക്ഷയ തൃതീയ സമയങ്ങളിൽ നമ്മൾ ദാനം ചെയ്യാൻ പഠിക്കണം. അത് ദാനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫലസിദ്ധിയാണ്. സ്വർണത്തിന്റെ പിന്നാലെ പോവരുത്. സ്വർണം, മദ്യം, സ്ത്രീ, ചൂതുകളി, ഇതിലൊക്കെ കലി വസിക്കുന്നുണ്ട്. കലിയുടെ സ്ഥാനങ്ങളാണത്. അതിന്റെ പിന്നാലെ നമ്മൾ ഓടരുത്. ആ ദിവസങ്ങൾ നല്ല മുഹൂർത്തമുള്ള പ്രത്യേകമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇതുപോലെയുള്ള ദാനധർമാദികൾക്ക് ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ദേവി മഹാത്മ്യത്തില് 4 സ്തുതികളുണ്ട്. നിത്യവും പ്രകാരം, അതായത് ദിവസവും പാരായണം ചെയ്യാൻ സമയവും സാഹചര്യവും ഇല്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്തുതി നമുക്ക് പാരായണം ചെയ്യണം. ദിവസവും നമുക്ക് എല്ലാം വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്തുതി പാരായണം ചെയ്യാം. ബ്രഹ്മദേവന്റെ സ്തുതി ഉണ്ട്. എന്തിനാണ് ബ്രഹ്മദേവൻ ദേവിയെ സ്തുതിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ കർണമലത്തിൽ നിന്നാണ് മധുകൈടഭന്മാര് വന്നിരിക്കുന്നത് അല്ലെ? അപ്പോ ഭഗവാന്റെ കണ്ണുകളെ ആരാണ് നല്ല രീതിയിൽ ഭഗവാനെ അങ്ങ് ഉറക്കി കിടത്തിയത്? ദേവിയാണ്, നിദ്രാദേവി അല്ലെ? നിദ്രാദേവി ഭഗവാനെ യോഗനിദ്രയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് എന്താ പറയാ, നമ്മുടെ മധുകൈടഭന്മാര് വന്നപ്പോ അവരാദ്യം നോക്കിക്കണ്ടത് ആരെയാണ്? ബ്രഹ്മദേവനെ. ആഹാ, ഇവൻ ആരാ എന്നും പറഞ്ഞോണ്ട് മധുകൈടഭന്മാര് ബ്രഹ്മദേവനെ കൊല്ലാൻ വേണ്ടി പോവാ. ബ്രഹ്മദേവൻ ആകെ പേടിച്ച് ഓടി വരികയാണ്. എവിടേക്ക്? ഭഗവാന്റെ അടുത്തേക്ക്. അങ്ങനെ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് നോക്കുമ്പോ ഭഗവാൻ യോഗനിദ്രയിലാണ്. അപ്പൊ ഭഗവാന്റെ കണ്ണുകളെ യോഗനിദ്രയിലേക്ക് കൊണ്ടുപോയ നിദ്രാദേവിയെ ഉണർത്താൻ വേണ്ടി ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ് ദേവീനെ. അങ്ങനെ ദേവീനെ സ്തുതിച്ചിട്ട് പറയാണ്, ഭഗവതി ദേവി രക്ഷിക്കണേ, എന്റെ ജീവൻ ആപത്തിലാണ് എന്ന് പറഞ്ഞ് ദേവിയെ സ്തുതിച്ച് ദേവി പുറത്തു വന്ന് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാൻ ആ മധുകൈടഭന്മാരെ വധിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ബ്രഹ്മസ്തുതി എന്ന് പറയുന്നത്. ദേവിയെ സ്തുതിക്കുന്ന
ആ ഒരു ശ്ലോകം. മനസ്സിലായി? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണ്. ക്ലിയർ ആയോ? അപ്പോ ബ്രഹ്മാവിന്റെ ദേവീ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിൽ ത്വം സ്വാഹ, അതായത് ശ്ലോകം 55 മുതല് 68 വരെയുള്ളതാണ് ബ്രഹ്മസ്തുതി എന്ന് പറയുന്നത്. ഇത് താന്ത്രികം അല്ലെങ്കിൽ രാത്രി സൂക്തം എന്ന പേരിലും കൂടി അറിയപ്പെടും. ബ്രഹ്മദേവന്റെ ഈ സ്തുതിക്ക് താന്ത്രികം അല്ലെങ്കിൽ രാത്രി സൂക്തം എന്നുപോലും ഈ ഒരു സൂക്തത്തെ അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ? ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളിലും ഉണ്ട്, എല്ലാവരിലും ഈശ്വര ചൈതന്യം ഉണ്ട്. അതാണ് നമ്മൾ നമസ്തേ പറയുന്നത് ഒരാളെ കാണുമ്പോൾ, അല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്, ഇതൊന്നല്ല നമസ്തേ. നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ച് എല്ലാവരോടും നമ്മൾ എന്ത് പറയണം? നമസ്തേ എന്ന് പറയണം. നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമിക്കുന്നു, അതാണ് നമസ്തേ. എന്നിലും നിന്നിലും ഈശ്വരനുണ്ട്, സർവ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോ നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമിക്കുന്നു, അതാണ് നമസ്തേ. ഇനി ഒരാൾ വീട്ടിൽ വരുമ്പം വരൂ വന്നിരിക്കൂ, അങ്ങനെയല്ല, നമസ്തേ എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. അത് കണ്ട് നമ്മുടെ കുട്ടികളും വളരണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ നമ്മുടെ തലമുറയെ ഒരു സനാതന ധർമ്മബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മഹാമായയുടെ പ്രവർത്തനം കൊണ്ട് ആ ചൈതന്യം നിദ്രാരൂപത്തിലുള്ള ആവരണത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ദേവീ ചൈതന്യമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട്. പക്ഷെ മഹാമായയുടെ പ്രവർത്തനം കൊണ്ട് അതിങ്ങനെ ഒരു നിദ്രാരൂപത്തിൽ ഇരിക്കണം, ഉറങ്ങിക്കിടക്കണം. ആ ആവരണം മാറുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആവരണം മാറിക്കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമായ തേജസ് അതിങ്ങനെ തെളിഞ്ഞു വരും. ഒരു വിത്ത് പോലെയാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം കിടക്കുന്നത്. ജപിച്ചും വായിച്ചും പാരായണം ചെയ്തും നമ്മൾ ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തും മുന്നോട്ട് പോകുമ്പോൾ ആ വിത്ത് വളർന്ന് വലിയൊരു മരമായി മാറും. ആ ദൈവിക ചൈതന്യത്തെ നമ്മൾ എല്ലാവരും വളർത്തിക്കൊണ്ടുവരണം. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ട്. നമ്മൾ അത് ശ്രമിച്ച് ജപിച്ച് വായിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ മനസ്സും പ്രവൃത്തിയും നല്ല രീതിയിൽ നമ്മൾ സനാതന ധർമ്മബോധത്തിലേക്ക്, ദൈവിക ചൈതന്യത്തിലേക്ക് നമ്മളെ മനസ്സിനെയും പ്രവൃത്തിയെയും നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ദേവീ പ്രസാദം കിട്ടിയാലേ അത് നടക്കും, അല്ലാണ്ട് നടക്കില്ല. ഈ സ്തുതിയുടെ നിരന്തരമായ ജപത്തിലൂടെ, ബ്രഹ്മസ്തുതി നിരന്തരം നമ്മൾ ജപിച്ചു വരുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ട് നിറഞ്ഞ ശക്തികളെല്ലാം പോയി നമ്മൾ എന്താ പറയാ, നമ്മുടെ ദൈവിക ചൈതന്യം ഉണരാൻ തുടങ്ങും. നമ്മുടെ ധർമ്മവും കർമ്മവും ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ചെയ്യാനും ചിന്തിക്കാൻ, എന്താണ് നമ്മൾ ചെയ്യേണ്ട ധർമ്മം, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്, എന്ത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ബോധം ലഭിച്ചിട്ട് നമുക്ക് നല്ല ഒരു ആധ്യാത്മികമായ ഉയർച്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനാണ് ബ്രഹ്മദേവന്റെ സ്തുതി 1-ാം അധ്യായം. ക്ലിയർ? ഇനി ശക്രാദി സ്തുതി എന്ന് പറയും അടുത്തത്. അതായത് ഇന്ദ്രാദിദേവന്മാരുടെ ദേവീ സ്തുതി. ഇന്ദ്രാദിദേവന്മാരെന്തിനാ ദേവിയെ സ്തുതിച്ചത്? മധുകൈടവന്മാരെ പോലെയുള്ള അസുരന്മാരായിരിക്കുന്ന മഹിഷാസുരനെ എല്ലാം വധിക്കാൻ. മഹിഷാസുരൻ എന്താ ചെയ്തത്? ഇന്ദ്രന്റെയും ദേവന്മാരുടെ എല്ലാം സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തി കളഞ്ഞു. അപ്പൊ അവനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രാദി ദേവന്മാര് പോയിട്ട് ദേവിയെ സ്തുതിച്ചു. അതാണ് ശക്രാദി സ്തുതി എന്ന് പറയുന്നത്. ക്ലിയർ? 4-ാം അധ്യായത്തില് ശ്ലോകം 1 മുതൽ ശ്ലോകം 26 വരെയാണ് സ്തുതിയെങ്കിലും 32 വരെ, ശ്ലോകം 32 വരെ ജപിക്കണം എന്നാണ് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ശ്ലോകങ്ങളില് അക്ഷരരൂപമായ മന്ത്രം ഇങ്ങനെ ഒരുപാടുണ്ട്. അതായത് അക്ഷരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരു രീതി, അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വിഖ്യാതങ്ങളുടെ അഭിപ്രായം, സമ്പത്ത്, അഭിവൃദ്ധി, സംശയങ്ങൾ അകലുന്ന, സംശയങ്ങൾ ഉണ്ടാവുന്ന മനസ്സ്, അതെല്ലാം മാറി നമുക്ക് ഒരുപാട് നല്ല 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 ഉയർച്ചകൾ, ആധ്യാത്മികമായിരിക്കുന്ന ഉയർച്ചകൾ നമുക്ക് ഈ ശക്രാദി സ്തുതി വഴി നമുക്ക് ലഭിക്കും. ഇനി അപരാജിത സ്തുതി. ഓക്കെ, അപ്പോ നമസ്തേ, ഹരേ കൃഷ്ണ. ഞാൻ ഒരിക്കലും ഒരു ഗുരുവല്ല, ആചാര്യനല്ല, എന്തോ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി അപരാജിത സ്തുതി. അപരാജിത സ്തുതി എന്ന് പറഞ്ഞാൽ ശുംഭ നിശുംഭ വധത്തിനായിട്ട്, ശുംഭനും നിശുംഭനുമായിരിക്കുന്ന അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാര് നടത്തിയ സ്തുതിയാണ് അപരാജിത സ്തുതി. ഇത് 5-ാം അധ്യായത്തില് നമോ ദേവിയെ എന്ന് പറയുന്ന ശ്ലോകം 7 മുതൽ തുടങ്ങുകയാണ് ഈ അപരാജിത സ്തുതി.
എന്നിട്ട് യാ സംപ്രദ എന്ന് പറയുന്ന ശ്ലോകം 36 വരേക്കും ഈ അപരാജിത സ്തുതി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എളുപ്പമാണ് വായിച്ചു പഠിക്കാൻ. അപരാജിത സ്തുതി, താന്ത്രികം, ദേവി സൂക്തം, യാ ദേവി സ്തുതി തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ അപരാജിത സ്തുതി പ്രപഞ്ചത്തിൽ മുഴുവൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം നമ്മുടെ ഉള്ളിലെ ദേവീ ചൈതന്യവുമായിട്ട് കണക്റ്റ് ആവണം. മനസ്സിലായി? കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ നിരന്തരമായിട്ട് നമ്മൾ ഈ അപരാജിത സ്തുതി ജപിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മയുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആയി കിട്ടും. അതിനാണ് നമ്മൾ ഈ അപരാജിത സ്തുതി നമ്മൾ ജപിക്കുന്നത്. അതോടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന സമാധാനം വളരാൻ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ചെയ്താലും നമുക്കൊരു ശാന്തത കൈവരിക്കാൻ സാധിക്കും, നമുക്കൊരു ആശ്വാസം ലഭിക്കും. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭൗതികതയിലാണ് ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഭൗതികതയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഭൗതികമായിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണം. ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് തുണി വേണ്ട എന്ന് നമ്മൾ പറയില്ല. സമൂഹത്തിൽ നമുക്ക് വസ്ത്രം വേണം. ഇവിടെയൊക്കെ ഒന്ന് കീറിയിരിക്കുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനത്തെ വസ്ത്രമേ ഇടൂ, എനിക്ക് കീറിയതായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ? ഒരു ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ വൃത്തിയുള്ള അത്യാവശ്യം നല്ല ഗുണമുള്ള വസ്ത്രങ്ങൾ നമുക്ക് വേണം. അതിനെ നമുക്ക് ഭൗതികത എന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റും, അല്ലെ? ഇതെല്ലാം വിട്ടിട്ട് ഈ പറയുന്ന ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ ഇരുന്നു കൊണ്ട് ഐസ് വെള്ളം തലയോട് ഒഴിച്ച് കുളിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വെറും സാധാരണക്കാരായ മനുഷ്യരാ നമ്മൾ. നമ്മൾക്ക് ആവശ്യങ്ങളുണ്ട്, ഇല്ലേ? ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത്യാഗ്രഹങ്ങൾ നമുക്കില്ല, അനാവശ്യങ്ങൾ നമുക്കില്ല. അപ്പൊ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടക്കണമെങ്കിൽ ഭൗതികമായി നമുക്ക് അനുഗ്രഹം നൽകുന്ന അമ്മയെ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. ഈ അമ്മ തന്നെയാണ് ശ്രീമതി രാധാറാണി. മനസ്സിലായോ? അങ്ങനെ ആസുരമായിരിക്കുന്ന ശക്തികളുടെ ആക്രമണങ്ങളും ആപത്തുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ അപരാജിത സ്തുതി നമ്മൾ ജപിക്കുന്നതോടുകൂടി നമ്മളെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ആ ശക്തിക്ക് മേൽ വിജയം കരിക്കാൻ ദേവിയുടെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. എത്ര വലിയ ദുർശക്തിയാണെങ്കിലും ശരി, ആ ശക്തിയുടെ മുകളിലേക്ക് പോകാനുള്ള ഒരു ശക്തി അമ്മ നമുക്ക് തരും, നിരന്തരം അപരാജിത സ്തുതി നമ്മൾ ജപിച്ചാൽ. ഇനി നാരായണീ സ്തുതി, അടുത്തത്. ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു സ്തുതിയാണ് ഈ നാരായണീ സ്തുതി എന്ന് പറയുന്നത്. 11-ാം അധ്യായത്തില് ദേവി പ്രപന്നാർത്തി ഹരേ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം, 2-ാമത്തെ ശ്ലോകം മുതല് പ്രണതാനാം പ്രസീതത്വം എന്ന് പറയുന്ന ശ്ലോകം 34 വരെയാണ് ഈ സ്തുതിയെങ്കിലും 11-ാമത്തെ അധ്യായം മുഴുവനായിട്ട് നമ്മൾ ജപിച്ചാലേ ഇത് നാരായണീ സ്തുതി കറക്റ്റ് ആവത്തുള്ളൂ. ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും വൈശിഷ്ട്യമേറിയ പ്രാധാന്യമായിരിക്കുന്ന അധ്യായം 11-ാം അധ്യായമാണെന്നാണ് നമ്മുടെ കേട്ടുകേൾവി. പക്ഷേ ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആണ്, എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് 11-ാമത്തെ അധ്യായം കുറച്ചും കൂടെ പവർഫുൾ എന്ന്. ദേവി മഹാത്മ്യം മൊത്തം പവറാണ്. അപ്പോ അതുപോലെ ഏറ്റവും വിശിഷ്ടമേറിയിരിക്കുന്ന എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധമായിരിക്കുന്ന സ്തുതി പോലും നാരായണീ സ്തുതിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ഈ ഒരു മന്ത്രത്തെയാണ് ഉപാസിച്ചിരുന്നത്. സർവമംഗള മംഗല്യേ എന്നുള്ള ആ മന്ത്രമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് ഉപാസിച്ചിരുന്ന മന്ത്രം. ദേവീ ചൈതന്യം പ്രത്യക്ഷ ഭാവം പൂണ്ട ഈ സ്തുതിയുടെ നിരന്തരമായ ജപത്തിലൂടെ 11-ാം അധ്യായത്തിലെ ഈ ജപം നിരന്തരമായി നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ സർവമംഗളങ്ങളും കൈവരുന്നു എന്നാ പറയുന്നത്. ഇന്ന് മുതൽ തന്നെ എല്ലാവരും ജപിച്ചു കൊടുക്കും. ദേവി മഹാത്മ്യം ബുക്കില്ലാത്തൊരു മഞ്ജരീസിലേക്ക് മെസ്സേജ് അയക്കും. വലിയ അക്ഷരത്തിന്റെ ബുക്ക് ഞാൻ അയച്ചുതരാം. വലിയ അക്ഷരത്തിന്റെ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ദേവി മഹാത്മ്യം എന്തോ 120 രൂപയോ 150 രൂപയാണ്. അയച്ചു തരാം. ശ്ലോകം ബുക്സ് ഉണ്ട്. ഈ ക്ലാസ്സും കൂടി കേട്ട് വരുമ്പോൾ നമുക്ക് വായിച്ചു പോകാൻ എളുപ്പമുണ്ട്. നിങ്ങൾക്കത് ബാഗിൽ എപ്പോഴും സൂക്ഷിക്കാം, കയ്യിൽ കരുതാം. ദേവി മഹാത്മ്യം കയ്യിലുണ്ടെ പിന്നെ ഒന്നും പേടിക്കണ്ട. ഒരു ചുവന്ന പട്ട് തുണിയിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കുക. എവിടെ യാത്ര പോകുമ്പോഴും കയ്യിൽ വെക്കുക. മനസ്സിലായോ? അപ്പോ എല്ലാ ആപത്തുകളും അകന്നു പോകുന്നുണ്ട് നമ്മളിൽ നിന്ന്. ഒരുവനിൽ സഹജമായി കുടികൊള്ളുന്ന ശുഭകരമായിരിക്കുന്ന കഴിവുകളെല്ലാം തെളിഞ്ഞു വരും ദേവി മഹാത്മ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ. ആസുരമായിരിക്കുന്ന താമസികമായിരിക്കുന്ന, അതായത് ഇരുട്ട് നിറഞ്ഞ
ഭാവങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറും. ഈ സ്തോത്രം നമ്മൾ നിരന്തരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഒരുവൻ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ പോലും വലുതായ ഫലങ്ങൾ നമുക്ക് നൽകും. ചെറിയൊരു കാര്യം ചെയ്താലും അത് വലിയ ഫലങ്ങൾ നമുക്ക് നൽകും. വളരെയധികം നമ്മൾ പ്രയത്നിച്ചിട്ടും കാര്യമായ ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരവസ്ഥ നമുക്ക് മാറിക്കിട്ടും. എത്രമാത്രം ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു, എവിടെ എത്തിച്ചേരുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നിരന്തരമായ ദേവീ മഹാത്മ്യ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കും. ഞാൻ അപേക്ഷിക്കുകയാണ്, ദിവസവും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക. ഇന്ന് തന്നെ മഞ്ജരീസിലേക്ക് അഡ്രസ് ഇടുക, പുസ്തകം ഞാൻ അയച്ചുതരാം. ദേവീ മഹാത്മ്യത്തിന്റെ ശ്ലോകം മാത്രമുള്ള പുസ്തകം, ഒരു 120 150 രൂപയുള്ള ആ പുസ്തകത്തിൽ. പക്ഷെ അലക്ഷ്യമായിട്ടിടാനാണെങ്കിൽ ഞാൻ തരൂല. ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞിട്ട് അമ്മയെ സൂക്ഷിക്കുക, കയ്യിൽ മുറുകെ പിടിക്കുക അമ്മയെ. ജീവിതത്തിൽ രക്ഷപ്പെടാത്തവരാണ് നമ്മളെല്ലാവരും, അല്ലേ? പക്ഷെ വലിയ ആഗ്രഹങ്ങളില്ലാത്തവരുമാണ്. ഇനിയുള്ള കാലമെങ്കിലും സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം, അത്രയേ ഉള്ളൂ. അതിന് ഈ ദേവി മഹാത്മ്യ പാരായണം കൊണ്ട് നമുക്ക് സാധിക്കും. ദുർഗസപ്ത ശ്ലോകി എന്ന് പറയും അടുത്തത്. എന്ന് വെച്ചാൽ ദേവി മഹാത്മ്യത്തിലെ 1, 4, 11 അധ്യായങ്ങളില് അതിദിവ്യമായിരിക്കുന്ന 7 ശ്ലോകങ്ങൾ ചേർന്നതാണ് ദുർഗസപ്ത ശ്ലോകി എന്ന് പറയുന്നത്. ദേവി മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് സപ്തശ്ലോകി പതിവായിട്ട് ജപിക്കാൻ സാധിക്കും. നിത്യവും 7 തവണ നമ്മൾ ഇത് ജപിക്കണം എന്നാ പറയണത്. ചെറിയ ശ്ലോകമാണ്, എന്താ പറയാ, ജപിച്ച് വരുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ സാധിക്കും. ഇനി ദേവീ മഹാത്മ്യവുമായിട്ടുള്ള നിത്യബന്ധം, അത് നമുക്ക് വളരെയധികം പ്രാധാന്യമാണ്. സമയക്കുറവ് മൂലം ദേവീ മഹാത്മ്യ പാരായണം നിത്യവും അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പാരായണത്തിന് സമയം ലഭിക്കാത്ത ദിവസങ്ങളില് ദേവീ മഹാത്മ്യത്തിനുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നിലനിർത്തണം. പാരായണം ഇല്ലാതെ ഇടവേളകൾ ഉണ്ടാവും, കുറച്ച് സമയം ഉണ്ടാവും. ആ സമയത്ത് ദേവ്യുമുഖമായിരിക്കുന്ന ഏകാഗ്രവും ഏകതാനവുമായിരിക്കുന്ന മുന്നോട്ട് പോക്കിന് തടസ്സം ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾക്കൊരു തടസ്സം വരും. അപ്പോ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ ശുദ്ധമാകാൻ ആരംഭിച്ച നമ്മുടെ മനസ്സില് മാലിന്യങ്ങളും ദുർവാസനകളും എല്ലാം കടന്നു വരും. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളും ദുർവാസനകളും എല്ലാം കടന്നു വരും. അപ്പോ ദേവി ഉപാസനയുടെ നിരന്തരമുള്ള ആ ഒരു ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോകാതിരിക്കാൻ എപ്പോഴും ദേവി മഹാത്മ്യവുമായിട്ട് നമുക്കൊരു ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരിക. സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഓരോ അധ്യായം വെച്ച് വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദേവി മഹാത്മ്യം പൂർണ്ണമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഒരുപാട് സംശയങ്ങളുണ്ട്. ദേവി മഹാത്മ്യം കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. എന്താണ് ഈ സംശയം? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ശ്ലോകം ഒറ്റയടിക്ക് എടുത്തിട്ട് പോകാം, എല്ലാവരും ചെയ്യുന്നത് പോലെ. പക്ഷെ എനിക്ക് താല്പര്യമില്ല. നമ്മൾ എല്ലാ വിധത്തിലുള്ള എന്താ പറയാ, കംപ്ലീറ്റ് പറ്റിയില്ലെങ്കിലും ഏറെക്കുറെ സംശയങ്ങളെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ എന്തൊക്കെയോ കുറെ സംശയങ്ങളുണ്ട് കുറെ ആളുകൾക്ക്. ദേവി മഹാത്മ്യം ആർക്കൊക്കെ പാരായണം ചെയ്യാൻ പറ്റും? പാരായണം ചെയ്യുന്നതിന് വല്ല യോഗ്യതകളുണ്ടോ? ലളിത സഹസ്രനാമത്തിനും മറ്റുമൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും യോഗ്യതകളുണ്ടോ പാരായണം ചെയ്യുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ, ശാന്തിക്ക്, സമാധാനത്തിന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ, വലിയ വലിയ ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളല്ല പറയുന്നത്, ചെറിയ നമ്മുടെ മക്കൾ ധർമ്മത്തിൽ വളരണം, നമുക്കൊരു വീട് വേണം, ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളല്ല. ആരോഗ്യത്തോടെ ഇരിക്കണം, ആർക്കും കഷ്ടപ്പാട് കൊടുക്കാതെ നമ്മൾ എന്താ പറയാ മരിക്കണം, അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ആരോട് പറയാം? ഭഗവതിയോട് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും മോക്ഷത്തിനുമായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പരാശക്തിയെ ആശ്രയിക്കാൻ ആഗ്രഹമുള്ള ആർക്കും എന്ത് ചെയ്യണം? നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യണം. മനസ്സിലായി? അപ്പം ആപതിം കിം കരണീയം എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സ്മരണീയം ചരണയുഗളമാംബയ എന്നാണ്. എന്ന് വെച്ചാല് ആപത്തുകൾ നേരിടുമ്പോ അമ്മയുടെ, പരാശക്തിയുടെ പാദങ്ങളെ സ്മരിക്കുകയാണ് വേണ്ടത്. നമുക്കൊരാപത്ത് വരുമ്പോ അമ്മയുടെ, പരാശക്തിയുടെ പാദങ്ങളെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാം എന്നൊരു മൊഴി നമുക്കറിയാം, അല്ലെ? കുഞ്ഞുനാളിലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന കാലത്ത് തന്നെ നമ്മൾ ദേവിയെ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് നമുക്ക് ആപത്തുകളെല്ലാം മാറി നിൽക്കും.
അപ്പൊ പരാശക്തിയുടെ പാദപത്മങ്ങള് എപ്പോഴും സ്മരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യുത്തമമായ കാര്യം. ആദി പരാശക്തിയുടെ ആ തൃപാദങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും സ്മരിക്കുക. അതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ ആർക്കും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം. അതിന് ഇന്ന ആള്, ഇന്ന വ്യക്തികൾ അങ്ങനെയൊന്നുമില്ല. ആർക്കും പാരായണം ചെയ്യാം ദേവി മഹാത്മ്യം. അമ്മയെ ആർക്കും ഭജിക്കാം. പക്ഷെ മത്സ്യമാംസാദികൾ ഭക്ഷിച്ചുകൊണ്ട് ഭജിക്കാൻ പാടില്ല. അകവും പുറവും ഒരുപോലെ ശുദ്ധമാക്കിക്കൊണ്ട് വേണം ഭജിക്കാൻ. നിലവിളക്ക് കൊളുത്തി വെച്ച് ആ വിളക്കിന് മുമ്പിൽ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ദേവിയിലുള്ള ആ ഒരു പരമമായ ഭക്തി തന്നെയാണ് ദേവി മഹാത്മ്യ പാരായണത്തിലുള്ള യോഗ്യത എന്ന് പറയുന്നത്. അമ്മയിലുള്ള ഒരു പരമമായ ഭക്തി ഉണ്ടാവണം നമുക്ക്. അതാണ് അതിനുള്ള യോഗ്യത. അത്തരം ഭക്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരായാലും ശരി, അവർ യോഗ്യതയുള്ള ആൾക്കാരാണ്. ഞാൻ വലിയവൻ, നീ വലിയവൻ എന്നില്ല. ക്ലാസ് എടുക്കുന്ന ഞാൻ വലിയ അറിവുള്ള വ്യക്തിയാണ്, ഞാൻ വലിയവളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാനും നിങ്ങളെ പോലെയാണ്. നമ്മൾ ഒരുപോലെ പഠിച്ചു വരിക. പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാൻ സാധിക്കും, കേൾക്കുമ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ക്ലിയർ? ഇനി മനഃശുദ്ധിയും ഒരു മുഖ്യ യോഗ്യതയാണ്. ദേവി മഹാത്മ്യം പഠിക്കണമെങ്കിൽ മനഃശുദ്ധി നമുക്ക് ഭയങ്കരം യോഗ്യതയാണ്. പരദൂഷണവും അതുപോലെ തന്നെ പരദ്രോഹം, ഒരാളെ ദ്രോഹിക്കണം, അല്ലെങ്കിൽ ഒരാളെ പറ്റി മറ്റൊരാളെടുത്ത് കുറ്റം പറയുക, പരദൂഷണം പറയുക, ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്ന ആളുകളോ ദേവി മഹാത്മ്യം വായിക്കേണ്ട. കാരണം എന്താ? അത് മനസ്സിനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യരുത്. മറ്റുള്ളവരിലെ ഗുണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്താൻ പാടില്ല നമ്മൾ. അത് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് ഗുണകരമായി മാറാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് കണ്ടെത്തി ആലോചിച്ച് ചിന്തിച്ച് അതിനൊരു 4 കയറും 3 വാലും തലയും വെച്ച് 10 പേരോട് വിളിച്ചു പറയുന്ന ആളുകൾ ദേവി മഹാത്മ്യം വായിച്ചിട്ട് കാര്യമില്ല. ദേവി അവരെ കൈ പിടിച്ചുയർത്തില്ല. ആഭ്യന്തര ശുചിഹി, നമ്മുടെ ആഭ്യന്തരം, നമ്മുടെ ഉള്ള് നമ്മൾ ശുദ്ധിയായിരിക്കണം. മനസ്സും നമ്മുടെ ശരീരവും ഒരുപോലെ ശുദ്ധിയായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്തിട്ട് കാര്യമുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള തൃഷ്ണ നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. മനഃശുദ്ധി അങ്ങനെ വേണം നമ്മൾ നേടാൻ. ഒരാളെ സഹായിക്കണം എന്ന മനഃശുദ്ധി നമ്മൾ നേടിയെടുക്കണം. പുരാണ ശ്രവണം, സത്സംഗം തുടങ്ങിയവ മനഃശുദ്ധി വർദ്ധിപ്പിക്കും. പല പല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, കഥകൾ, പുരാണ ശ്രവണം, പൗരാണികമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സത്സംഗങ്ങൾ കേൾക്കുക. ഇതൊക്കെ നമ്മുടെ മനഃശുദ്ധിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഗുരു ഉപദേശം ദേവി മഹാത്മ്യ പാരായണത്തിന് ആവശ്യമുണ്ടോ? ദേവി മഹാത്മ്യ പാരായണം തുടങ്ങാൻ നമുക്ക് ഗുരുവിന്റെ ഉപദേശം ആവശ്യമില്ല. കാരണം എന്താ? ഏറ്റവും വലിയ ഗുരു അമ്മയാണ്. ഇപ്പൊ ഈ 2026 ഗുരു എന്നും പറഞ്ഞ് നമ്മൾ എവിടെ പോവാൻ? ആരെയാണ് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുക? ഗുരുവിന്റെ കംപ്ലീറ്റ് യോഗ്യതയുള്ള വ്യക്തികളെ നമ്മൾ എവിടുന്ന് കണ്ടെത്തും? നമുക്ക് ആരുടെയും ഉള്ളു കീറി നോക്കാൻ പറ്റൂല അവരെങ്ങനെയാണ്, ഏത് തരക്കാരാണെന്ന്. സാക്ഷാൽ ഗുരു നമ്മുടെ അമ്മ തന്നെ. അമ്മയെ ഗുരുവായി ധ്യാനിച്ചിട്ട് ദേവി മഹാത്മ്യം അങ്ങോട്ട് പാരായണം ചെയ്ത് തുടങ്ങാം. മനഃശുദ്ധി നിർബന്ധം, അത്രയേ ഉള്ളൂ. ഉള്ളിൽ തോന്നൽ ഉണ്ടാവുന്നത് തന്നെ പാരായണത്തിനുള്ള അർഹത സിദ്ധിച്ചതിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ ഇന്ന് ദേവി മഹാത്മ്യം എടുക്കുന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും ഞാൻ ഉറപ്പിച്ചു പറയാം. എത്ര പേര് വന്നു എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല, നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവരും എന്താണ്? അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ്. ദേവി മഹാത്മ്യ പാരായണം നടത്താൻ യോഗ്യതയുള്ള വ്യക്തികളാണ് ഈ ക്ലാസ് കാണുന്നവര്. അപ്പോ പാരായണം ചെയ്യാനുള്ള തൃഷ്ണ, ആ ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അർഹത ഉറപ്പായും സിദ്ധിച്ചിട്ടുണ്ട്. നമുക്കിത് പാരായണം ചെയ്യണം എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവി അതിനുള്ള അർഹത നൽകിയിട്ടുണ്ട്. യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആത്മാവാണ്. ഒരു യഥാർത്ഥ ഗുരു ആരാണ്? 53 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സുധി. യഥാർത്ഥ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ഒരു യഥാർത്ഥ ഗുരു സ്വന്തം ആത്മാവാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു എങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ആത്മാവ് പറയും, ചെയ്യരുത്, പറയരുത്, വേണ്ട. ഇതിനേക്കാൾ നല്ലൊരു വഴി കാണിച്ചു തരുന്ന ഒരു ഗുരു ഈ ലോകത്തിൽ ഇല്ല.
കണ്ണാടി നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കുറവുകൾ 55 പേര്. അതാരാ നമ്മളോട് പറയണത്? നമ്മുടെ ആത്മാവ് അല്ലേ? നമ്മുടെ കുറവുകളും നമ്മുടെ നന്മകളും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത് ആരാ? നമ്മുടെ ആത്മാവ്. അപ്പൊ യഥാർത്ഥ നമ്മുടെ ശരിയും തെറ്റും നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? നമ്മുടെ ആത്മാവായിരിക്കുന്നത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ യഥാർത്ഥ ഗുരു ആരാണ് നമുക്ക്? നമ്മുടെ ആത്മാവാണ്. ആത്മപ്രചോദനം ഗുരുവിന്റെ പ്രേരണയാണ്. നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആത്മാവ്. മനസ്സിന്റെ താൽക്കാലിക തോന്നലുകളെ തികഞ്ഞ ഒരു ആത്മപ്രചോദനമായിട്ട് കണക്കാക്കരുതെന്ന് മാത്രം. താൽക്കാലികമായ തോന്നലുകളൊന്നും നമുക്ക് വേണ്ട. ടെമ്പററി ആയിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. പെർമനന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് ദേവി മഹാത്മ്യം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, എത്ര മഹത് ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാരായണം ചെയ്യാനുള്ള തുടർച്ചയായ തോന്നൽ ഉറപ്പായും നമുക്ക് ദേവിയോട് ആ അർഹത ലഭിച്ചതിന്റെ ലക്ഷണമായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി ദേവിയെ തന്നെ ഗുരുവായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് പാരായണം ചെയ്യുന്നതിന് വല്ല തെറ്റുണ്ടോ? ഇതും ആളുകളുടെ സംശയമാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്? ദേവിയെ തന്നെ നമ്മൾ ഗുരുവായിട്ട് എടുക്കാൻ പോവാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവി തന്നെയാണ് സാക്ഷാൽ ഗുരു, ഒരു തർക്കവും ഇല്ല. അതിനാൽ ദേവിയെ ഗുരുവായി സങ്കല്പിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല, വിരോധവും ഇല്ല. ധൈര്യമായിട്ട് തുടങ്ങും മാതാജി. അപ്പോ സ്വന്തം ആത്മാവ് ദേവിയുടെ അംശമായതുകൊണ്ട് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് സാക്ഷാൽ ദേവിയുടെ അംശമാണ്. ശ്രീമതി രാധാറാണി എന്ന് പറഞ്ഞ ഭഗവാന്റെ അന്തർശക്തിയാണ്. ആ അന്തർശക്തിയായിരിക്കുന്ന ദേവിയുടെ അംശമാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് സാക്ഷാൽ ദേവിയുടെ അംശമായതുകൊണ്ട് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ദേവി മഹാത്മ്യം നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം. ഒരു തർക്കവുമില്ല. പരോക്ഷമായിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ ഗുരുവായി സങ്കല്പിക്കുക എന്ന് മാത്രം. അമ്മയോട് പറയാ, അമ്മ പാരായണം തുടങ്ങാൻ പോവുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് സാക്ഷാൽ സരസ്വതി ദേവി ഭാവത്തിൽ അമ്മ അനുഗ്രഹിക്കുക. തുടങ്ങാൻ പോവാ അമ്മ. അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മയാണ് ഗുരു. ഒരു അമ്മയ്ക്ക് മുമ്പിൽ ഇരുന്ന് 1ാം ക്ലാസ്സിൽ LKG പഠിക്കുമ്പം ആ ഈ എങ്ങനെ എഴുതി പഠിക്കുവോ? ആ എന്ന് എഴുതിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് വെക്കും. എഴുതിയത് ശരിയാണോ? അപ്പൊ അമ്മ ഇങ്ങനെ നോക്കും, എഴുതിയത് തെറ്റാണെങ്കിൽ. അപ്പൊ മനസ്സിലാവും, അയ്യോ എന്തോ തെറ്റുണ്ട്. അപ്പൊ വീണ്ടും അതിനെ ഒന്ന് വാലൊക്കെ ഒന്ന് നീട്ടിക്കൊടുക്കും. എന്നിട്ട് വീണ്ടും അമ്മയെ നോക്കും. അപ്പൊ അമ്മ പറയും, ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? അപ്പൊ മുഖമൊക്കെ ഒന്ന് മാറും. ഇല്ല, പിന്നെ എങ്ങനെയാ പഠിപ്പിച്ചേ? ചിന്തിച്ചെഴുത്, ശരിയാക്കി എഴുത്. അങ്ങനെ ഓരോ അക്ഷരങ്ങൾ പെറുക്കി 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 അമ്മയെ ഗുരുവായി കണ്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ ഈ എഴുതിയ പുസ്തകമെല്ലാം മുഖമൊക്കെ ഒന്നിച്ചിരി വീർപ്പിച്ച് വെച്ച് കുഞ്ഞുനാളിൽ നമ്മൾ അതും മടക്കി പോകുമ്പോ നടന്നു പോകുന്ന കണ്ട് അമ്മ പിന്നെന്ന് ചിരിക്കും. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാ, ചിരിക്കുന്നോ? ബുക്ക് കൊണ്ടേക്ക്. വീണ്ടും അമ്മ ചിരിക്കും. എന്നാലും അത് കൊണ്ടുവച്ചിട്ട് ഓടി വന്ന് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കും. ഇതാണ് ഒരമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ അമ്മ പറയും, നിന്നെ ഞാൻ ശാസിച്ചത് എന്തിനാ? തെറ്റുകൾ തിരുത്താനല്ലേ, പഠിക്കാനല്ലേ, ആ പഠനത്തിലൂടെ ഉയർന്നു വരാനല്ലേ. അമ്മയല്ലേ പറഞ്ഞത് മോനെ എന്ന് പറയും, അല്ലെ അമ്മയല്ലേ പറഞ്ഞത് മോളെ എന്ന് പറയും. അവിടെ തീരുന്നു ആ വിഷമം. ഇത് തന്നെയാണ് ഒരു ദേവിയും ഒരു ദേവി ഉപാസകനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു ഭക്തനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ദേവി മഹാത്മ്യ പാരായണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? അതിന് പാലിക്കേണ്ടത് ഭക്തിയും മനസ്സിന്റെ ശുദ്ധിയും മാത്രമാണ്. മറ്റൊന്നും വേണ്ട. അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓടി വലിച്ചങ്ങനെ പോവരുത്. ഓരോ അക്ഷരങ്ങളായിട്ട് ഓരോ വാക്കുകളായിട്ട് പെറുക്കി 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 എടുത്ത് വായിച്ചോ. ആരും കുറ്റം പറയില്ല, ആരും ഒന്നും പറയില്ല, ആരും പൂർണ്ണജ്ഞാനമുള്ളവരല്ല. ഇനി ന്യാസ്യം വശമില്ലാത്തവർക്ക് അത് ഒഴിവാക്കി പാരായണം ചെയ്യാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ അങ്ങനെയും ചെയ്യാം. നാസ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധകൻ പ്രതീകാത്മകമായിരിക്കുന്ന ഉപാസ്യ ദേവതയാവുക എന്നാണ് അർത്ഥം. അപ്പോ ശിവം ബൂധ്വാ ശിവം യജേത്, ശിവനെ യജിക്കുവാൻ ആദ്യം ശിവനാകണം എന്നർത്ഥം. ശിവനെ മാത്രമല്ല, ഏത് ദേവതയെ ഉപാസിക്കുകയും പൂജിക്കുകയും ചെയ്യണമെങ്കിലും ആ ദേവതാ അംശമാണ് താൻ എന്ന് ഉപാസകനോ പൂജകനോ ദൃഢമായിട്ട് ഭാവന ചെയ്തുറപ്പിക്കണം. നമ്മളിപ്പോ ഒരു ദേവതയെ ഉപാസിക്കാൻ ആ ദേവത തന്നെയാണ് നമ്മളിൽ ഇരിക്കുന്ന അംശം എന്ന് നമ്മൾ അങ്ങനെ മാറുക. ഇപ്പം വെളിച്ചപ്പാടുകളൊക്കെ അമ്പലത്തിൽ ദേവിയായി മാറുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അതേപോലെ എന്ന് കരുതി നമ്മളെ വാളും ചെലമ്പെടുത്ത് തുള്ളാനല്ല പറയുന്നത്. സ്വയം നമ്മൾ ആ ഒരു ദേവതാ സങ്കല്പത്തിലേക്ക് മാറി വരുമ്പോഴാണ് അത് ന്യാസ്യം എന്ന ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ
അതൊന്നും വശമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതില്ലാതെയും ദേവി മഹാത്മ്യം നമുക്ക് വായിക്കാൻ പറ്റും. ഈ ഭാവന ഉറപ്പിക്കുന്നതോടുകൂടി സഹായകമാണ് മന്ത്രാക്ഷരങ്ങളിൽ ദേഹഭാഗങ്ങളിൽ ന്യസിക്കുന്നത്. അത്രയ്ക്കൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ മാതാജി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, അയച്ചുതരാം. നാസ്യക്രമം വശമില്ലെങ്കിൽ താനും ദേവിയും അഭിന്നമാണെന്ന സങ്കല്പത്തോടെ പാരായണം ചെയ്യാം. നാസ്യം പോലുള്ള സാങ്കേതികകളൊക്കെ പ്രാധാന്യം മനസ്സിലെ ഭക്തിഭാവത്തിനും ദൃഢതയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയ്ക്കൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ദേവിയെ ഒന്നും കൂടെ നമ്മൾ എന്താ പറയാ, കുറച്ചും കൂടെ അടുത്ത് ഉപാസിക്കണം എന്നാണെങ്കിൽ നമ്മൾ ആധികാരികമായി പഠിക്കണം എന്ന് നമ്മൾ പറയില്ല. കാരണം ആധികാരികത നമുക്ക് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു തരാനൊന്നും നമുക്ക് അത്ര വലിയ ആചാര്യന്മാരൊന്നും ഇല്ല. കാരണം ആരും അത്ര പൂർണ്ണരല്ല. പക്ഷേ നമുക്ക് തന്നെ ദേവിയെ ഗുരുവായി കണ്ട് നമുക്ക് ദേവിയോടടുത്ത് ഒരുപാട് സംഗീത സേവകളൊക്കെ ചെയ്ത് അമ്മയെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഭക്തിയോടെ മനഃശുദ്ധിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് മതി. സാങ്കേതികമായിട്ടെല്ലാം പഠിച്ചിട്ട് തന്നെ ഉപാസന തുടങ്ങണം എന്നൊന്നും എവിടെയും പറയുന്നില്ല. ഒരു അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പാണ്. ഗുരുവായൂരപ്പനോട് ഭഗവാൻ എന്താ നമ്മളോട് ചോദിക്കുന്നത്? അചഞ്ചലമായ ഭക്തിയാണ് ചോദിക്കുന്നത്. നീ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഒരു 5 കോടി രൂപയും കൊണ്ടുപോകാന്ന് എവിടെയും ഭഗവാൻ പറയുന്നില്ല. ഉണ്ടോ? 10 കിലോ വെണ്ണയും വാങ്ങിച്ചു വന്നാലേ ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നു ഭഗവാൻ പറയുന്നുണ്ടോ? ഇല്ല. അചഞ്ചലമായ ഭക്തിയോട് വാ. ഇളക്കമില്ലാത്ത ആ ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ പ്രസാദിക്കും. ആ ഭക്തിക്ക് മുമ്പിൽ ദേവി പ്രസാദിക്കും. ഒരു തർക്കവും ഇല്ല. ദേവി മഹാത്മ്യം അംഗങ്ങളില്ലാതെയും, അതായത് ത്രയാംഗങ്ങൾ നവാംഗങ്ങൾ ഇതൊന്നും ഇല്ലാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനും തെറ്റില്ല. 12-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളില് അംഗങ്ങൾ ചേർത്ത് വേണം പാരായണം ചെയ്യുവാൻ എന്ന സൂചനയൊന്നും അതിൽ പറയുന്നില്ല. ഈ സ്തവങ്ങളാൽ ആരെന്നെ നിത്യം മനസ്സടക്കി സ്തുതിക്കുന്നുവോ അവന്റെ എല്ലാ ആപത്തുകളെയും ഞാൻ തീർച്ചയായും നശിപ്പിക്കും. ഏതാപത്ത് ആരിൽ വന്നാലും എന്നെ സ്തുതിക്കുന്നവന്റെ ആപത്തുകളെല്ലാം ഞാൻ ഇല്ലാതെയാക്കുമെന്ന് ഈ എല്ലാ മന്ത്രത്തിലൂടെയും ദേവി പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ദേവി മഹാത്മ്യത്തിൽ. സ്തവങ്ങൾ എന്നതുകൊണ്ട് 1-ാം അധ്യായത്തിലെ ബ്രഹ്മാവ് ചെയ്ത സ്തുതി, 4-ാം അധ്യായത്തിലെ ദേവന്മാരുടെ സ്തുതി, 5-ാം അധ്യായത്തിലെ ദേവസ്തുതി, അതുപോലെ 11-ാം അധ്യായത്തിലെ നാരായണീയ സ്തുതി എന്നിവയെല്ലാം ഉദ്ദേശിച്ചതൊന്നും ഇതല്ല. ദേവിയെ സ്തുതിച്ചാ മതി. അതിന് ഇന്ന കാര്യങ്ങൾ എന്നൊന്നുമില്ല. ദേവി മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളെയും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. 2 നവാംഗങ്ങൾ ചേർത്തോ ത്രയാംഗങ്ങൾ ചേർത്തോ മാത്രമേ പാരായണം ചെയ്തുകൂടൂ എന്ന സൂചനയൊന്നും എവിടെയും പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ദേവിയെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആ ഉൾക്കോണില് അമ്മയെ പ്രതിഷ്ഠിച്ച് ഭക്തിയോടെ അമ്മയെ സ്തുതിച്ച് മുന്നോട്ട് പോകും. അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല, ഒരു നിബന്ധനകളും ഇല്ല. ശരീരശുദ്ധി, മനഃശുദ്ധി, ഭക്തി, ഇത്രയും മതി. വേറെ ഒന്നും വേണ്ട. അമ്മയെ സ്തുതിക്കുക. അമ്മ നമുക്ക് സമീപസ്ഥയാണ്. ഒന്ന് വീഴാൻ പോകുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന നമ്മുടെ പെറ്റ അമ്മയേക്കാൾ വലിയൊരു സത്യം എന്തുണ്ട്? ആ പെറ്റ അമ്മയുടെ സ്ഥാനത്ത് അമ്മ ദേവി വന്ന് നിൽക്കും. എല്ലാ ആപത്തിൽ നിന്നും ദേവി നമ്മളെ കൈപിടിച്ചുയർത്തും. മനസ്സിലായില്ലേ? അപ്പോ ഏകാഗ്രമായിരിക്കുന്ന മനോഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ദേവി മഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യണം. മനസ്സിലായി? ഏകാഗ്രത വേണം. കുറെ അവിടെ നോക്കി, കുറെ ഇവിടെ നോക്കി, അതിന്റെ ഇടയ്ക്ക് സംസാരിച്ച്, ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച്, അതൊന്നുമല്ല. ഏകാഗ്രതയോടുകൂടി പാരായണം ചെയ്തു പോവുക. വായിച്ചു തീർക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് സ്പീഡായിട്ട് വന്ദേ ഭാരത് പോണ പോലെയും വായിച്ചു തീർക്കാൻ പാടില്ല. അക്ഷരങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുക, വായിക്കുക. അതാ വേണ്ടത്. ഒരു ധൃതിയില്ല. ഇനി ശ്രദ്ധയും ഭക്തിയും വേണം ദേവി മഹാത്മ്യ പാരായണത്തിന്. പാലിക്കേണ്ട ചില നിഷ്ഠകളാണ്. മനഃശുദ്ധി പാലിക്കണം എന്ന് മുഖ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ് മനഃശുദ്ധി. പാരായണം ചെയ്യുന്ന കഥാസന്ദർഭങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ നമ്മളിങ്ങനെ കാണണം. ഞാനിപ്പോ 1-ാമത്തെ അധ്യായം നിങ്ങൾക്ക് എടുത്തരുമ്പം അധ്യായത്തെ നിങ്ങളിങ്ങനെ മനസ്സിൽ കാണണം. എന്നിട്ടോ സ്ഫുടതയോടുകൂടി അർത്ഥബോധത്തോടെ എന്താണ് പറയുന്നതിനുള്ള അർത്ഥബോധത്തോടെ പാരായണം ചെയ്യുക. പതിവാക്കിയാൽ ശ്രദ്ധയും ഭക്തിയും വർദ്ധിച്ചിങ്ങനെ വരും. എന്നിട്ടോ എല്ലാം ദേവിയുടെ അംശമായും കേളിയായും കാണാൻ തുടങ്ങുമ്പോൾ എല്ലാം അമ്മ തന്നെയെന്ന് കണ്ട് മനസ്സിലാക്കി വരുമ്പോൾ എന്തായി? ദേവി നമ്മുടെ ഉള്ളിൽ അങ്ങിരിക്കും.
അപ്പൊ മനഃശുദ്ധി താനെ വരും, ഭക്തിയും തനിയെ വരും. വളരെ ഉച്ചത്തിലും അതുപോലെ തന്നെ വളരെ പതിഞ്ഞ ശബ്ദത്തിലും അല്ലെങ്കിൽ സ്പീഡിലും ഒന്നും പാരായണം ചെയ്യാൻ പാടില്ല. ഗ്രന്ഥം നമ്മൾ എപ്പോഴും പീഠത്തിൽ വെച്ച് വേണം പാരായണം ചെയ്യാൻ. സംഗീതാത്മകമായിട്ട് ഒരു സിനിമാ പാട്ട് പോലെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇതൊക്കെ ജപിക്കുന്നത് പോലെ, ചില വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വേഗത്തിൽ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് വായിച്ചു തീർക്കണം എന്നുള്ള വെമ്പലോടെ പാരായണം ചെയ്യരുത്. തലകുലുക്കി പാരായണം ചെയ്യരുത്. കൈകാലിളക്കി അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ പകർത്തി എഴുതിയിട്ട് പാരായണം ചെയ്യാൻ പാടില്ല. അർത്ഥമറിയാതെ നമ്മൾ ഒരിക്കലും പാരായണം ചെയ്യരുത്. ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ദേവി മഹാത്മ്യം വളരെയധികം അമ്മയോടുള്ള ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായി? ദേവി മഹാത്മ്യത്തിലൂടെ ദേവിയെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. ഇനിയും ഒരുപാടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാന്നറിയും? ക്ലാസ് ആയിട്ട് ഞാൻ നേരെ നമ്മുടെ ഗ്രൂപ്പിലിട്ട് തരാറുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ, ഓരോ അറിവുകൾ. അങ്ങനെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് ഇട്ടുതരാം. അപ്പൊ ഒന്നുകൂടെ വായിക്കാൻ എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് ദേവി മഹാത്മ്യത്തിന്റെ കവചത്തെ കുറിച്ച് പഠിക്കാം. കവചം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും കവചത്തിന്റെ അർത്ഥവും കൂടി നമുക്കൊന്ന് പഠിച്ചു പോവാം. അപ്പൊ എല്ലാവരും ദേവി മഹാത്മ്യം കേൾക്കാനും പഠിക്കാനും വായിക്കാനും റെഡിയാണോ? ആണെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്തിടൂ. മഞ്ജരീസിൽ ഇല്ലാത്തത് ധൃതിയാണ്. ധൃതിപ്പെട്ട് വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പഠിക്കാനും സമ്മതിക്കില്ല. മെല്ലെ 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 പഠിച്ചു പോയാൽ മതി. പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ പഠിച്ചു പോയാൽ മതി. ഒന്നും ധൃതിയിൽ പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം റെഡിയാണോ നിങ്ങൾ? ദേവി മഹാത്മ്യം വായിക്കാനും പഠിക്കാനും ഒക്കെ റെഡിയാണോ? ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടൂ, കമന്റ് ഇടൂ. ഞാൻ ഇപ്പം എടുത്തരാം കവചം മുതൽ. 6 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും ക്ലാസ്. ഓക്കെ. ആരാ പറഞ്ഞ? പ്രീത നെൽസൺ മാതാജി റെഡിയാണെന്ന് പറയുന്നു. റെഡി എന്നല്ലേ പറഞ്ഞത്? ഉഷ മാതാജി ഓക്കെ. അപ്പൊ കേൾക്കൂ. അജിൽ മാതാജി റെഡിയാണ്. വിജയലക്ഷ്മി മാതാജി ഓക്കെ. ശ്രീ ഗണേശായ നമഃ, ശ്രീ സരസ്വത്യേ നമഃ, ശ്രീ ഗുരുഭ്യോ നമഃ, ശ്രീ കുലദേവതായേ നമഃ. അവിഘ്നമസ്തു. കവചം. അസ്യ ശ്രീ ചണ്ഡികാ കവചസ്യ ബ്രഹ്മാർഷി അനുഷ്ഠുപ് ഛന്ദ ചാമുണ്ടാ ദേവത അംഗന്യാസോക്തമാധരോ ബീജം ദിഗ്ബന്ധ ദേവതാസ്ത്വം ശ്രീ ജഗദംബാ പ്രീത്യർത്ഥേ സപ്തശതി പടാങ്കജപേ വിനിയോഗഃ. ഓം നമ ചണ്ഡികായേ. മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയൻ പറഞ്ഞു, യത് ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം യന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവേ, ലോകത്തില് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതായിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു മന്ത്രം എനിക്ക് പറഞ്ഞു തരൂ എന്ന് ആര് പറയുന്നു? മാർക്കണ്ഡേയൻ പറയുന്നു. ആരോട് പറയുന്നു? ബ്രഹ്മദേവനോട് പറയുന്നു. ലോകത്തില് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു മന്ത്രം എനിക്ക് പറഞ്ഞു താന്ന് പറയാണ്. നമസ്തേ ജിതേന്ദ്രൻ ചേട്ടാ. അപ്പോ ബ്രഹ്മോവാച, ബ്രഹ്മദേവൻ പറയുന്നു, അസ്തി ഗുഹ്യതമം വിപ്രാ സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തൃച്ചിഷ്ണുഹ മഹാമുനേ. ബ്രഹ്മദേവൻ പറയാ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, അല്ലയോ ബ്രാഹ്മണ, പുണ്യകരവും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന അതീവ രഹസ്യമായിരിക്കുന്ന ഒരു ദേവീ കവചമുണ്ട്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാന്ന് ആര് പറയുന്നു? ബ്രഹ്മദേവൻ. ആരോട് പറയുന്നു? ബ്രഹ്മദേവൻ പറയുന്നു. ആരോട്? മാർക്കണ്ഡേയനോട് പറയാണ്. പുണ്യകരമാണ്, അതീവ ശ്രേഷ്ഠമാണ്, അതീവ രഹസ്യമാണ്, ഇതാർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്. അത് ഞാൻ പറഞ്ഞു തരാ ബ്രാഹ്മണ എന്ന് പറയാണ്. പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഘണ്ഠേതി കൂഷ്മാണ്ഡേതി ചതുർദകം പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാർത്യായനിനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത.
ലക്യാനോത്യാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശൈലപുത്രി, ബ്രഹ്മചാരിണി, നവദുർഗയെ കുറിച്ചാണ് പറയുന്നത്. ശൈലപുത്രി, പ്രഥമം ശൈലപുത്രി. നമ്മള് നവരാത്രി സമയത്ത് നവദുർഗ ആരാധനയുണ്ട് അല്ലെ, അതേക്കുറിച്ചാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. പ്രഥമം ശൈലപുത്രീതി, തുടക്കത്തിൽ ശൈലപുത്രിയായിട്ടും, ദ്വിതീയം ബ്രഹ്മചാരിണി, രണ്ടാമത് ബ്രഹ്മചാരിണിയായിട്ടും, തൃതീയം ചന്ദ്രകണ്ഠേതി, അതായത് ചന്ദ്രകണ്ഠാദേവിയായിട്ടും, കൂഷ്മാണ്ഡേതി ചതുർദകം, നാലാമത് കൂഷ്മാണ്ഡദേവിയായിട്ടും, പഞ്ചമം സ്കന്ദമാദേവി, അഞ്ചാമത് സ്കന്ദമാതയായിട്ടും, ഷഷ്ടം കാർത്യായനി ദേവിയായിട്ട്, പിന്നീട് കാർത്യായനി ദേവിയായിട്ടും, പിന്നെന്താ പറയുന്നത്, സപ്തമാം കാളരാത്രി, അതായത് കാളരാത്രി ദേവിയായിട്ടും, മഹാഗൗരിയായിട്ടും, സിദ്ധിദ അല്ലെങ്കിൽ സിദ്ധിദാത്രിയായിട്ടും, 9 ദുർഗാനാമങ്ങൾ മഹാത്മാവായ ബ്രഹ്മാവനാൽ പറയപ്പെട്ടിട്ടുണ്ട്. മഹാത്മാവായിരിക്കുന്ന ബ്രഹ്മദേവൻ മാർക്കണ്ഡേയന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നവദുർഗയെ കുറിച്ചിട്ട്. ഈ നവദുർഗാ ശ്ലോകം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമാണ്, അതീവ ശക്തമാണ്. ഇങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തു. അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യേ ഗധോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത ശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോക ദുഃഖ ഭയം നഹി. എന്ന് വെച്ചാല് അഗ്നിക്ക് നടുവിൽപ്പെടുക, അഗ്നിക്ക് നടുവിൽപ്പെടുക, ഒരു തീന്റെ നടുവിൽ നമ്മൾ പെട്ടുപോവാണ്. യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ നടുവിൽ നമ്മൾ പെട്ടുപോവാണ്. ഇപ്പൊ യുദ്ധഭൂമി തന്നെ വേണമെന്നില്ല, നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ ശത്രുക്കളുടെ നടുവിൽ നമ്മൾ പെട്ടുപോവാണ്. ഇങ്ങനെയുള്ള വിഷമമായിരിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ, നമ്മൾ പേടിക്കുമ്പോൾ ദേവിയെ നമ്മൾ ശരണമടയുകയാണെങ്കിൽ യാതൊരുവിധ ആപത്തുകളോ ദുഃഖമോ ശോകമോ കഷ്ടപ്പാടുകളോ ഭയമോ അശുഭമോ നമുക്ക് സംഭവിക്കില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? യസ്തു ഭക്ത്യാ സ്മൃതാനൂനം തേഷാമൃതി പ്രജായതേ എന്ന് വെച്ചാല് ഭക്തിപൂർവം ആരാണോ അമ്മയെ സ്മരിക്കുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിശ്ചയമാണെന്നാണ് പറയുന്നത്. ഭക്തിയോടുകൂടി അമ്മയെ സ്മരിക്കുകയാണെങ്കിൽ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉറപ്പാണ്. അതാണ് അതിന്റെ അർത്ഥം കവചത്തില്. ഇനി പ്രേത സംസ്ഥാതു ചാമുണ്ട വാരാഹി മഹിഷാസന ഐന്ദ്രീ ഗജസമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മാഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന ബ്രാഹ്മി ഹംസസമാരൂഢ സർവാഭരണഭൂഷിത നാനാഭരണ ശോഭാഢ്യ നാനാരത്നോപശോഭിത ദൃശ്യന്ത്യേ രഥമാരൂഢ ദേവ്യേ ക്രോധസമാകുല എന്ന് വെച്ചാല് ചാമുണ്ടാദേവി അറിയില്ലേ? ചാമുണ്ഡി ദേവി. ചാമുണ്ടാദേവി പ്രേതാസനസ്ഥയായും വാരാഹി മഹിഷാസനയായും ഐന്ദ്രി ഗജസമാരൂഢയായും വൈഷ്ണവി ഗരുഡസനയായും മഹേശ്വരി വൃഷാരൂഢയായും കൗമാരി മയിൽ വാഹനയായും ബ്രാഹ്മി ഹംസസമാരൂഢയായും വിവിധമായിരിക്കുന്ന ഭംഗിയുള്ള മനോഹരമായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് നാനാരത്നങ്ങൾ കൊണ്ട് പ്രശോഭിച്ച് രഥാരൂഢകളായി ശത്രുക്കളിൽ കോപാകുലരായിട്ട് കാണപ്പെടുന്നു. ദേവി ഓരോരോ ഭാവങ്ങളിൽ ഓരോരോ രീതിയിലുള്ള വാഹനങ്ങളിൽ മനോഹരമായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ശത്രുക്കളിൽ കോപാകുലരായി കാണപ്പെടുന്നു. അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്കുള്ള ശത്രുക്കളിൽ ദേവി കോപപ്പെടും എന്നാണ് കാണിക്കുന്നത്. ക്ലിയർ? ശംഖം ചക്രം ഗദാശക്തിം ഹലം ച സമുലായുധം ഘേടകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലഞ്ച ശാർഘാഘായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരായന്ത്യായുധാനീതം ദേവാനാം ച ഹിതായവ്യ എന്ന് വെച്ചാല് അസുരന്മാരെ സംഹരിക്കാനും ഭക്തന്മാർക്ക് അഭയം നൽകുവാനും ദേവന്മാർക്ക് എന്താണോ അവർക്ക് ഹിതമായത്, അവർക്ക്
ഐശ്വര്യത്തിന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത്, അസുരന്മാരെ ഇല്ലാതാക്കാനും ഭക്തന്മാർക്ക് അഭയം നൽകാനും ദേവന്മാർക്ക് എന്താണോ വേണ്ടത് അത് നൽകുവാനുമായിട്ട് ശംഖ്, ചക്രം, ഗദ, ശക്തി, കലപ്പ, ഇരുമ്പുലക്ക, പരിച, തോമരം, കോടാലി, കയറ്, കുന്തം, ത്രിശൂലം, ശാർങ്കം ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം അമ്മ ദേവി കയ്യിൽ ധരിക്കുകയാണ്. ഭക്തന്മാരെ സംരക്ഷിക്കാൻ, അസുരന്മാരെ നിഗ്രഹിക്കാൻ, ദേവന്മാർക്ക് എന്ത് വേണോ അത് നൽകാൻ അമ്മ ദേവി ഈ പറയുന്ന ആയുധങ്ങളെല്ലാം കയ്യിലെടുക്കുകയാണ്. മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശിനി ത്രാഹി മാം ദേവി തുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി. അതീവ ബലശാലിയായും വളരെ ഉത്സാഹഭരിതയോടും കൂടി ദർശിക്കാൻ വിഷമമുള്ളവളും ക്രൂരരൂപയും ഭക്തജനങ്ങളുടെ പേടിയെ നശിപ്പിക്കുന്നവളും ശത്രുക്കൾക്ക് ഭയത്തെ നൽകുന്നവളുമായിരിക്കുന്ന ഹേ ദേവി എന്നെ രക്ഷിച്ചാലും. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് അതീവ ബലശാലിയാണ് അമ്മ, വളരെ ഉത്സാഹഭരിതയാണ് അമ്മ, ദർശിക്കാൻ കുറച്ച് പ്രയാസമാണ് അമ്മയെ. അതീവ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയുടെ ദർശനം കിട്ടൂ. അങ്ങനെയുള്ള അമ്മ ക്രൂര രൂപയായിരിക്കും, ചില സമയത്ത് മഹാകാളിയായിട്ടൊക്കെ ക്രൂരരൂപയായിട്ടൊക്കെ ഭക്തജനങ്ങളുടെ പേടിയെല്ലാം നശിപ്പിക്കുന്ന, ആ ശത്രുക്കൾക്കെല്ലാം ഭയം നൽകുന്ന ഹേ ദേവി അമ്മേ എന്നെ രക്ഷിക്കണേ. ഇതാണ് ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇനി എന്താ എന്ന് വെച്ചാൽ അടുത്ത ശ്ലോകം എന്ന് വെച്ചാല് പ്രാംച്യാം രക്ഷതു മാമയന്ത്രി ആഗ്നേയാമാഗ്നിദേവത ദക്ഷിണേ വധു വാരാഹി നൈര്യത്യാം ഗഡ്ഗധാരിണി പ്രതീച്യാം വാരുണി രക്ഷേത് വായവ്യാം മൃഗവാഹിനി ഉദീച്യാം പാതുകൗബേരി ഐശ്യാനാം ശൂലധാരിണി ഊർധം ബ്രാഹ്മണീ മേ രക്ഷേത്വസ്താ ദൈഷ്ണവീ തഥാ ഏവം ദശദിശ്വോ രക്ഷേ ചാമുണ്ടാ ശവവാഹന എന്ന് പറഞ്ഞാല് കിഴക്ക് ദിക്കിൽ ഐന്ദ്രിയും അഗ്നികോണിൽ അഗ്നിദേവതയും തെക്ക് വാരാഹിയും തെക്ക് പടിഞ്ഞാറ് ഗഡ്ഗധാരിണിയും പടിഞ്ഞാറ് വാരുണിയും വായുകോണിൽ മൃഗവാഹിനിയും വടക്ക് കുബേരശക്തിയായും ഈശാന കോണിൽ ശൂലധാരിണിയായിട്ടും അമ്മ എന്നെ രക്ഷിക്കട്ടെ. അതായത് എന്റെ തെക്കും വടക്കും മുകളിലും താഴെയും വലതും ഇടത്തും എല്ലാം അമ്മ ഓരോ ഭാവത്തിലിരുന്നു കൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. ഇത് കവചമാണ്. കവചം ജപിക്കുമ്പോ വായിക്കുമ്പോ നമ്മൾക്ക് ദേവിയുടെ കവചത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ദേവി രക്ഷ നൽകുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ മേൽഭാഗത്ത് ബ്രഹ്മാണിയായിട്ട് അധോ ഭാഗത്ത് വൈഷ്ണവിയായിട്ടും അമ്മ എന്നെ രക്ഷിക്കട്ടെ. ശവവാഹനയായ ചാമുണ്ടാദേവി ഇപ്രകാരം 10 ദിക്കുകളിലും എന്നെ നിന്നുകൊണ്ട് രക്ഷിക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ജയാമേ ജാഗ്രത പാതു വിജയോ പാതു പൃഷ്ഠത അജിത വാമപാർശ്വേതു ദക്ഷിണേ ചാപ രാജിത എന്ന് വെച്ചാല് ജയ എന്റെ മുമ്പിലും വിജയ എന്റെ പിറകിലും അജിത എന്റെ ഇടതുഭാഗത്തും അപരാജിത വലതുഭാഗത്തു നിന്നുകൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. അമ്മയുടെ 4 നാമങ്ങൾ. ആ 4 രീതിയിലും അമ്മ എന്നെ രക്ഷിക്കട്ടെ. ശിഖാമുദ്യോധനീ രക്ഷത്തുമാ മൂർധിനി വ്യവസ്ഥിത മാലാധാരി ലലാഢേ ച ബ്രുവൗ രക്ഷേദ്യ ശസ്വിനി എന്ന് വെച്ചാൽ എന്റെ കുടുമയെ, നമ്മളിവിടെ ഇങ്ങനെ വെക്കുമല്ലോ ബ്രാഹ്മണന്മാര്, കുടുമയെ ഉദ്യോധിനി ദേവിയും മൂർധാവിനെ ഉമയും രക്ഷിക്കട്ടെ. കവചമാണ്. നെറ്റിത്തടത്തെ മാലാധരിയും പുരികങ്ങളെ യശസ്വിനിയും രക്ഷിക്കട്ടെ. ത്രിനേത്രാച ബ്രൂവോർ മധ്യേ യമകണ്ഠാച നാസികേ ശങ്കിനി ചക്ഷുഷോർ മധ്യേ ശ്രോത്രയോർദ്വാരവാസിനി എന്ന് വെച്ചാല് 3 കണ്ണുള്ള ദേവത പുരികങ്ങളുടെ മധ്യത്തെയും യമകണ്ഠ നാസികാദണ്ഡത്തെയും നമ്മുടെ മൂക്കിനെയും ശങ്കിനി നമ്മുടെ കണ്ണുകളുടെ മധ്യഭാഗത്തെയും
ദ്വാരാവാസിനി നമ്മുടെ ചെവികളെയും രക്ഷിക്കട്ടെ. കവചത്തിൽ നമ്മളെ പൂർണ്ണമായ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കപോലൗ കാളികാ രക്ഷേത് കർണമൂലേതു ശങ്കരി നാസികായം സുഗന്ധാച ഉത്തരോഷ്ടേച ചർച്ചിക. കവിൾ തടങ്ങളെ കാളികാദേവി രക്ഷിക്കട്ടെ. ചെവികളുടെ മൂലഭാഗത്തെ ശങ്കരീദേവി രക്ഷിക്കട്ടെ. നാസികാദ്വാരത്തെ സുഗന്ധ എന്ന ദേവി രക്ഷിക്കട്ടെ. മേൽചുണ്ടിനെ ചർച്ചികയും രക്ഷിക്കട്ടെ. ഇങ്ങനെ നമ്മുടെ ഓരോരോ അവയവങ്ങളെയും നമ്മുടെ ദിശകളെയും എല്ലാം അമ്മയ്ക്ക് സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതരേ ചാമൃത കലാ ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡിക എന്ന് വെച്ചാല് കീഴ്ചുണ്ടിനെ അമൃതകലയും നാക്കിനെ സരസ്വതിയും പല്ലുകളെ കൗമാരിയും കഴുത്തിന്റെ മധ്യഭാഗത്തെ ചണ്ഡികാദേവിയും രക്ഷിക്കട്ടെ. ഗണ്ഡികാം ചിത്രകണ്ഠാച മഹാമായാച താലുകേ കാമാക്ഷി ചിമ്പുകം രക്ഷേത് വാചമ്മേ സർവമംഗള എന്ന് വെച്ചാല് കണ്ഠമണിയെ ചിത്രകണ്ഠ എന്ന ദേവിയും ഉൾനാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷി ദേവിയും എന്റെ വാക്കുകളെ സർവമംഗള എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ. ഗ്രീവായാം ഭദ്രകാളീജ പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവ ബഹികണ്ഠേ നളികാ നളകുബേരി എന്ന് പറഞ്ഞാല് കഴുത്തിനെ ഭദ്രകാളിയും നട്ടെല്ലിനെ ധനുർധരി എന്ന ദേവിയും കണ്ഠ ബഹിർഭാഗത്തെ നീലഗ്രീവ എന്ന ദേവിയും കണ്ഠനാളത്തെ നളകുബേരി എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ. ഗഡ്ഗധാരിണ്യൗ ബൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണി ഹസ്തയോർദണ്ഡിനി രക്ഷേ ദംബികാ ചാങ്കുലീഷുച എന്ന് പറഞ്ഞാല് രണ്ട് തോളുകളെ ഗഡ്ഗധാരിണിയും കൈമുട്ടു മുതൽ മേലോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണിയും മുട്ടുമുതൽ വിരൽ വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കട്ടെ. നഖാൻ ശൂലേശ്വരി രക്ഷേത് കുക്ഷൗ രക്ഷേ നളേശ്വരി സ്തനൗ രക്ഷേമ മഹാദേവി മനഃ ശോകവിനാശിനി. നഖങ്ങളെ ശൂലേശ്വരിയും ഉദരത്തെ നളേശ്വരിയും സ്തനങ്ങളെ മഹാലക്ഷ്മിയും മനസ്സിനെ ശോകവിനാശിനിയും രക്ഷിക്കട്ടെ. അമ്മയെ പൂർണ്ണമായി സമർപ്പണം അമ്മയ്ക്ക് നമ്മൾ പൂർണ്ണമായി സമർപ്പണം ചെയ്യണം. ഹൃദയം ലളിതാദേവീ വിദുരം ശൂലധാരിണി നാഭീം ച കാമിനി രക്ഷേത് ഗുഹ്യം ഗുഹേശ്വരി തഥാ. എന്റെ ഹൃദയഭാഗത്തെ ലളിതാദേവിയും ഉദരത്തെ ശൂലധാരിണിയും നാഭിയെ കാമിനിയും ഗുഹ്യഭാഗത്തെ ഗുഹേശ്വരിയും രക്ഷിക്കട്ടെ. ഭൂതനാഥാച മ്രേഡം മേ ഗുദം മഹിഷാസിനി വിളിച്ചേ. കട്യം ഭഗവതി രക്ഷേ ജ്വാനുനി വിന്ധ്യവാസിനി എന്ന് വെച്ചാൽ ലിംഗത്തെ ഭൂതനാഥയും ഗുദത്തെ മഹിഷവാഹിനിയും കടിപ്രദേശത്തെ ഭഗവതി ദേവിയും കാൽമുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ. ഇനി എന്താ പറയുന്നത്? ജംഗേ മഹാബല പ്രോക്ത ജാനുമധ്യേ അങ്ങനെ അടക്കണേ. ജംഗേ മഹാബലേ പ്രോക്ത ജാനുമധ്യേ വിനായകി ഗുൽഫയോർ നാരസിംഹി ച പാദപൃഷ്ഠേ മിത ജൗസിസി എന്ന് പറഞ്ഞാല് കണങ്കാലുകളെ മഹാബലയും കാൽമുട്ടുകളുടെ മധ്യത്തെ വിനായകിനിയും ഞെരിയാണികളെ നാരസിംഹിയും പാദപൃഷ്ഠങ്ങളെ അമിതൗജസയും രക്ഷിക്കട്ടെ. പാദാങ്കുലി ശ്രീധരീ ച പാദാസ്ഥലവാസിനി നഗാൻ ദ്രംഷ്ട്രകരാളി ച കേശാം ശൈവോർദ്ധകേശിനി എന്ന് വെച്ചാല് കാൽവിരലുകളെ ശ്രീധരിയും പാദത്തിന്റെ അടിഭാഗത്തെ തലവാസിനി എന്ന ദേവിയും
കാൽ നഖങ്ങളെ ദ്രംഷ്ടകരാളിയും തലമുടിയെ ഊർധകേശിനിയും രക്ഷിക്കട്ടെ. അപ്പൊ എത്ര 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 ഭാവത്തിലാണ് ദേവിയെ നമ്മൾ വിവരിക്കുന്നത് അല്ലെ. രോമകൂപാണി കൗബേരി ത്വജം വാകീശ്വരി തഥാ രക്തമജ്ജാവസമാംസാന്യസ്തി മേതാംസി പാർവതി. രോമകൂപങ്ങളെ കൗബേരിയും, നമ്മുടെ രോമങ്ങളെയെല്ലാം കൗബേരിയും ത്വക്കിനെ വാഗീശ്വരിയും രക്ഷിക്കണം. ഇനി നമ്മുടെ രക്തം, മജ്ജ, വസ, മാംസം, അസ്ഥി, മേധസ് ഇതെല്ലാം പാർവതീ ദേവി രക്ഷിക്കട്ടെ. സുധാമാതാജി പറയുന്നു, വർഷങ്ങളായി പാരായണം ചെയ്യുകയായിരുന്നു മീനിങ് അറിയാതെ. ഇപ്പൊ മീനിങ് കേൾക്കൂ. ഇനി ആന്ധ്രാണി കാളരാത്രീശ്ച പിത്തഞ്ച മകുടേശ്വരി പത്മാവതി പത്മകോശേ കഫേ ചൂടാമണിസ്തഥാ എന്ന് വെച്ചാൽ കുടലുകളെ, നമ്മുടെ വയറ്റിലെ കുടലുകളെ കാളരാത്രിയും പിത്തത്തെ മുകുടേശ്വരിയും രക്ഷിക്കട്ടെ. പത്മകോശത്തെ പത്മാവതിയും കഫത്തെ ചൂടാമണിയും രക്ഷിക്കട്ടെ. ഇനി ജ്വാലാമുഖി നഗജ്വാലാമഭ്യേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണിനെ രക്ഷേച്വായം ചത്രേശ്വരി തഥാ. ജ്വാലാമുഖി നഖകാന്തിയെയും അഭേദ്യ എല്ലാ സന്ധികളെയും ബ്രഹ്മാണി തേജസ്സിനെയും ചത്രേശ്വരി നിഴലിനെയും രക്ഷിക്കട്ടെ. അപ്പോ നമ്മുടെ നിഴലിനെ പോലും നമ്മൾ ദേവിക്ക് സമർപ്പണം ചെയ്യാണ്. അഹങ്കാരം മനോബുദ്ധിം രക്ഷമേ ധർമ്മചാരിണി പ്രാണപാനൗ തഥാ വ്യാന സമാനോധാനമേവച. അഹങ്കാരം, മനസ്സ്, ബുദ്ധി ഇവകളെയും നമ്മുടെ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ വായുക്കളില്ലേ നമ്മൾ പഠിച്ച എന്നീ പഞ്ചപ്രാണങ്ങളെയും ധർമ്മചാരിണീ ദേവി രക്ഷിക്കട്ടെ. യശകീർത്തീം ച ലക്ഷ്മീം ച സദാ രക്ഷതു ചക്രിണി ഗോത്രമിന്ദ്രാണിമേ രക്ഷേ പശൂന്മേ രക്ഷചണ്ഡികേ. എന്റെ സത്പേരിനെ, നമ്മളുടെ നല്ല പേരിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും എപ്പോഴും ചക്രണീ ദേവി രക്ഷിക്കട്ടെ. എന്റെ ഗോത്രത്തെ ഇന്ദ്രാണിയും പശുക്കളെ ചണ്ഡികയും രക്ഷിക്കട്ടെ. പുത്രാൻ രക്ഷേ മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം ക്ഷേമകരീ രക്ഷേ വിജയാ സർവതസ്ഥിത എന്ന് വെച്ചാൽ എന്റെ മക്കളെ, പുത്രന്മാരെയോ പുത്രികളെയോ മഹാലക്ഷ്മിയും, ഭാര്യയാണെങ്കിൽ ഭാര്യയെ, ഭർത്താവിനെയാണെങ്കിൽ ഭർത്താവിനെ ഭൈരവിയും രക്ഷിക്കട്ടെ. അപ്പോ നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും എല്ലാം മഹാലക്ഷ്മിയും എന്താ പറയാ മക്കളെയും എല്ലാം എന്റെ സ്ഥലത്ത് വസിക്കുന്ന വിജയയായിരിക്കുന്ന ക്ഷേമകരീ ദേവി എന്റെ വഴികളെ, ഞാൻ പോകുന്ന വഴികളെയെല്ലാം ദേവി രക്ഷിക്കട്ടെ. രക്ഷാഹീനം തു യത് സ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി എന്ന് വെച്ചാൽ ഞാൻ കവചം കൊണ്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി, നമ്മളിപ്പോ പഠിക്കുന്നത് കവചമാണ്, ദേവീ മഹാത്മ്യത്തിലെ കവചത്തിന്റെ അർത്ഥമാണ് പഠിക്കുന്നത്. അപ്പോ നമ്മളുടെ ആ കവചം കൊണ്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഭാഗം നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ജയന്തിയും പാപനാശിനിയുമായ ദേവി രക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. പദമേകം ന ഗച്ഛേത്തു യതിച്ഛേത് ശുഭാത്മനെ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാലാഭശ്ച വിജയ സർവകാമിക യം യം ചിന്തയന്തേ കാമം തം തമാപ്നോതി നിശ്ചിതം എന്ന് വെച്ചാല് എനിക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ ആശിക്കുന്നവൻ കവചം കൊണ്ട് രക്ഷ നേടാതെ ഒരടി പോലും മുൻപോട്ട് വെക്കരുത്. തനിക്ക്, അതായത് നമുക്ക് നല്ലത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കവചം കൊണ്ട് നമുക്ക് രക്ഷ നേടാം. അമ്മയുടെ കവചം നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുക.
ആർക്കെങ്കിലും ദേവി മഹാത്മ്യത്തിന്റെ ശ്ലോകം മാത്രമുള്ള വലിയക്ഷരമുള്ള പുസ്തകം വേണമെങ്കിൽ 93 42 49 49 41 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് തരിക, നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരാം. കവചം ദിവസവും ജപിക്കുക. കവചം ധരിച്ചുകൊണ്ട് എവിടെ പോയാലും അവിടെ നിന്നും ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. എന്തെല്ലാം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സാധിക്കുന്ന പറയുന്നത്. പാരമൈശ്വര്യമധൂലം പ്രാപസ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംക്രമേഷു അപരാജിതേ എന്ന് വെച്ചാല് കവചം ധരിച്ചിട്ടുള്ള ഒരു പുരുഷൻ ഭൂമിയിൽ അതുല്യവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഐശ്വര്യവും നേടിയെടുക്കും. അവൻ നിർഭയനായിരിക്കും, ആരെയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. യുദ്ധങ്ങളിൽ ഒരിക്കലും തോൽക്കാതെ മുന്നേറാൻ പറ്റും. ത്രൈലോക്യേ തുഭവേ പൂജ്യ കവചനേ ആവൃത പുമാൻ ഇതം തു ദേവ്യോ കവചം ദേവനാമഭി ദുർലഭം യപ്പടേത് പ്രേതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാനിധ ദേവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ചാപരാജിത. ഈ കവചം കൊണ്ട് സംരക്ഷിക്കുന്നവൻ, അതായത് നമ്മൾ ദിവസവും കവചം വായിച്ചിട്ട് നമ്മളെ സ്വയം സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ കവചം തന്നെ നമ്മൾ കവചം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അങ്ങനെ കവചം വായിക്കുന്നവൻ 3 ലോകങ്ങളിലും പൂജ്യനായി തീരും. 3 ലോകങ്ങളിലും പൂജിക്കപ്പെടും. ഒരു മിനിറ്റ് ബിന്ദുമേ, 6 മണിയാ പറയും. ഇനി ഞാൻ തലമുടി ചെയ്യാൻ സമ്മതിക്കില്ലേ? സന്ധ്യ കഴിഞ്ഞാൽ തലമുടി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. തലമുടി ചീകി കെട്ടണമെങ്കിൽ ഇപ്പൊ പുറത്തിട്ട് തലമുടി ചീകി കെട്ടാം. പെപ്പരയെന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പോ ഈ കവചം കൊണ്ട് സംരക്ഷിക്കുന്നവൻ 3 ലോകങ്ങളിലും പൂജിക്കപ്പെടുന്നവനായി തീരും. അതുപോലെ ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഈ ദേവീ കവചത്തെ ദിവസവും 3 സന്ധ്യകളിലും ശ്രദ്ധയോടെയും ഉത്സാഹത്തോടും കൂടി ജപിക്കുന്ന ഒരാൾക്ക് ദേവിയുടെ സകലമായിരിക്കുന്ന അനുഗ്രഹങ്ങളും സിദ്ധിക്കുകയും അവൻ 3 ലോകങ്ങളിലും തോൽക്കാൻ പറ്റാത്തവനുമായി തീരും. ദേവി കവചം നമ്മൾ ദിവസവും ജപിക്കുകയാണെങ്കിൽ. ജീവേ ദ്വർശതം സാഗ്രം അപമൃത്യു വിവർജിത നശ്യന്തി വ്യാതയ സർവേ ലൂതാ വിസ്ഫോടകദയ. അവൻ അപമൃത്യുവില്ലാതെ, അതായത് ഒരു അപമൃത്യു അറിയാലോ, ദുർമരണം, അതില്ലാതെ 100 വർഷം തികച്ചും ജീവിക്കും. വസൂരി പോലെയുള്ള എല്ലാ രോഗങ്ങളും നശിക്കും. അതൊന്നും നമുക്ക് ആവില്ല എന്നാ പറഞ്ഞത്, നമുക്ക് വരൂല എന്നാ പറയുന്നത്. സ്ഥാവരം ജംഗമം ചാവി കൃത്രിമം ചാവി യദിശ്വം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ. താങ്ക് യു സിന്ധു മാതാജി. അപ്പോ സ്ഥാവരം ജംഗമം ചാവി കൃത്രിമം ചാവി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ ഗേചരാ ചൈവ ജലജാചൗ പദേശിക സഹജാ കുലജാ മാലാ ഡാഗിനി ഷാഗിനി തഥാ. എന്ന് വെച്ചാല് അന്തരീക്ഷരാഘോര ഡാഗിന്യൈശ്ച മഹാബല ഗ്രഹഭൂത പിശാചശ്ച യക്ഷ ഗന്ധർവ രാക്ഷസ ബ്രഹ്മ രാക്ഷസ വേതാള കൂഷ്മാണ്ഡാ ഭൈരവാദയ നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും നശിക്കും. മന്ത്രം കൊണ്ടോ യന്ത്രം കൊണ്ടോ നമുക്ക് എന്ത് തരത്തിലുള്ള ആഭിചാര ദോഷങ്ങൾ ആരെങ്കിലും ചെയ്താൽ പോലും അത് ഏൽക്കില്ല, കവചം നമ്മൾ വായിക്കുകയാണെങ്കിൽ. ഭൂമിയിലുള്ളതോ ആകാശത്തിലുള്ളതോ ജലത്തിലുള്ളതായോ ഇനി ഉപദേശ സിദ്ധികളോ സഹജങ്ങളോ കുലത്തിലുണ്ടാകുന്നതോ ആയ മാല, ഡാഗിനി, ഷാഗിനി അങ്ങനെയുള്ള കുറെ ദുർദേവതകളുണ്ട്. അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഘോരകള്, മഹാബലകളായിരിക്കുന്ന ഡാഗിനികള്, ഗ്രഹങ്ങള്, ഭൂതങ്ങള്, പിശാചുക്കള്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, രാക്ഷസന്മാര്, ബ്രഹ്മരക്ഷസുകള്, വേതാളങ്ങള്, കൂഷ്മാണ്ഡങ്ങള്, ഭൈരവങ്ങള് തുടങ്ങിയ എല്ലാ ബാധകളും നമ്മളിൽ നിന്ന് അകന്നു പോകും കവചം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. ഈ കവചം ഉള്ളിലുള്ളവന്റെ ദർശന മാത്രയിൽ അവൻ ഒരാളെ നോക്കിയാൽ തന്നെ ആ വ്യക്തിക്ക് നാശമാണെന്ന് പറയുന്നത്.
ഒരാള് ഉപദ്രവിക്കാൻ വന്നാൽ അവരെ നോക്കിയാൽ പോലും അവർ നശിച്ചു പോകുന്ന പറയണം. അത്രയും ശക്തിയാണ് അമ്മയുടെ കവചത്തിന്. മനോനത്തിർ ഭവേത്രാജ്ഞ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോവി കീർത്തിമണ്ഡിത ഭൂതലേ. എന്ന് വെച്ചാല് ഈ കവചം കീർത്തിക്കുന്നവന്, ഈ കവചത്തെ കുറിച്ച് പറയുന്നവന് രാജാക്കന്മാരിൽ നിന്നും നല്ല ബഹുമതി ലഭിക്കുന്ന പറയുന്നു. ആരാണോ ഈ കവചത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നമുക്ക് പറഞ്ഞത് അമ്മയാണ് കേട്ടോ. ഇനി ആരും പറയരുത് ഞങ്ങൾക്ക് അമ്പിളി മാതാജി പറഞ്ഞു, ഒരിക്കലും പറയരുത്. നമുക്ക് അമ്മ ദേവിയാ പറഞ്ഞു തന്നത്. അപ്പോ അത് ഉയർന്ന വ്യക്തികളിൽ നിന്ന് അവർക്ക് ബഹുമതി ലഭിക്കും. തേജസ് വർദ്ധിക്കുകയും ഭൂതലം മുഴുവൻ, അതായത് ഈ ലോകം മുഴുവൻ അവരെ പുകഴ്ത്തിപ്പെട്ടവനായി ഭവിക്കുകയും ചെയ്യും. ആ വ്യക്തിയെ ഏറ്റവും നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന പറയുന്നത്. ജബേത് സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സശൈലവനക്കാനനം താവഷ്ടതീ മേദിന്യ സന്തതി പുത്രപൗത്രികി. എന്ന് വെച്ചാല് കവചം ജപിച്ചതിന് ശേഷം, നമ്മള് ദേവി മഹാത്മ്യത്തിലെ കവചം ജപിച്ചതിന് ശേഷം സപ്തശതിയാവുന്ന ചണ്ഡികയെ, അതായത് ദേവി മഹാത്മ്യത്തെ ജപിക്കുന്നവന്റെ പുത്രപൗത്രന്മാരടങ്ങിയ കുലം, നമ്മുടെ മക്കളുടെ മക്കളടങ്ങിയ മക്കള്, നമ്മുടെ തലമുറകള്, ആ കുലം പർവ്വത കാനനങ്ങളോട് കൂടിയ ഭൂമണ്ഡലം നിലനിൽക്കുന്നത് വരെ ഉണ്ടാവും. അതായത് നമ്മുടെ തലമുറ നശിച്ചു പോവില്ല എന്നാ പറയുന്നത്. കവചം വായിച്ചിട്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവന്റെ തലമുറ പോലും നശിച്ചു പോവില്ല. ദേഹാന്തേ പരമം സ്ഥാനം യത്സുരൈരവീ ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദത. ദേഹവിയോഗത്തിന് ശേഷം, നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് പോയതിനു ശേഷം ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന പരമമായിരിക്കുന്ന സ്ഥാനം മഹാമായയുടെ പ്രസാദം കൊണ്ട് ആ വ്യക്തിക്ക് ലഭിക്കും. ദേവന്മാർക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ള ആ സ്ഥാനം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മരിച്ചാൽ നമുക്ക് കിട്ടും. ശ്രീ വരാഹപുരാണേ ഹരിഹര ബ്രഹ്മ വിരചിതം ദേവിയോ കവചം. അപ്പം ഇതാണ് നമ്മുടെ ദേവീ കവചം. മനസ്സിലായോ എല്ലാവർക്കും? എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് എല്ലാവർക്കും അമ്മയുടെ കവചം ഉണ്ടാവട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അമ്മ ഭഗവതിയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവട്ടെ. എൻ്റെ കുടുംബം മഞ്ജരീസ് കുടുംബത്തിനോടൊപ്പം ഉണ്ടാവട്ടെ. എല്ലാവരും ദേവി മഹാത്മ്യം ജപിക്കണം, പാരായണം ചെയ്യണം. സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം വേണം. നമുക്ക് ദേവിയും ഭഗവാനും മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് മറ്റൊന്നുമില്ല, അത്യാഗ്രഹങ്ങളില്ല, നമുക്ക് യാതൊരുവിധ എന്താ പറയാ തെറ്റായ ചിന്താഗതികളും ഇല്ല, ആരെയും നശിപ്പിക്കണമെന്നുമില്ല, ഒന്നുമില്ല. കഷ്ടപ്പാടുകളിലൂടെയും കണ്ണീരിലൂടെയും കടന്നു പോകുന്ന നമുക്കുള്ളത് സാക്ഷാൽ ആദിപരാശക്തിയും ഭഗവാനും മാത്രം തന്നെ. ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകന്റെ തൃപാദങ്ങളിലും ആ ആദിപരാശക്തിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പൊ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലെ ഓരോരുത്തരുടെയും കണ്ണീരൊപ്പാൻ, ഓരോരുത്തരുടെ പിടയ്ക്കുന്ന ഹൃദയത്തിലും ആശ്വാസമായി മാറാൻ അമ്മ ദേവി കവച രൂപത്തിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ. സന്ധ്യയായി. ഞാനിനി വിളക്ക് വെച്ച് എന്താ പറയാ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കൃത്യം 8:30 മണിക്ക് സ്കന്ദപുരാണത്തിലൂടെ നമുക്ക് കാണാം. ദേവി കവചം എല്ലാവർക്കും മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളമായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്കേ അറിയൂ. എന്താണ് ദേവി കവചത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ദേവി കവചത്തെ കുറിച്ച് പറയാനുള്ളത്? വേഗം പറയൂ. എനിക്ക് വിളക്ക് വെക്കാനും പൂജയ്ക്കുള്ള സമയമായി. മനസ്സിലായോ ദേവി മഹാത്മ്യം? ഇഷ്ടപ്പെട്ടോ ദേവി മഹാത്മ്യം? അതാണ് അറിയേണ്ടത്. പറയൂ. ദേവി മഹാത്മ്യം മനസ്സിലായോ? ഈ കവചത്തിന്റെ അർത്ഥമൊക്കെ അറിയാമായിരുന്നോ നേരത്തെ തന്നെ? അറിയായിരുന്നോ? മനസ്സിലായോ? സൂപ്പർ. ഇഷ്ടമായോ? ഇനി ചൊല്ലിക്കോളൂ, പാരായണം ചെയ്തോളൂ. അതെ,
6:30 മണിക്ക്. അപ്പോൾ ശരി, ഞാൻ ചെല്ലട്ടെ. ഇനി നമുക്ക് രാത്രി 8:30 ക്ലാസ്സിൽ കാണാം. സമയമില്ല, കുളിക്കണം, പൂജ ചെയ്യണം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. നമുക്ക് 8:30 കാണാം കേട്ടോ. നമസ്തേ.